റമളാനിൽ അല്ലാഹു കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്തി പാലാറ്, വീഞ്ഞാറ്, തേനാറ്, കളകളാരവും ഒഴുകിയൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുന്ന വിഭാഗം ആരെന്നറിയോ? അൽഫു അൽഫി അതീഖിൻ മിനന്നാർ. 10 ലക്ഷം ചവറുകളായ, കാരങ്കൂസുകളായ, അലമ്പുകളായ, തമ്മാടികളായ. എന്താണ് അവരുടെ സ്വഭാവം? ഇസ്തൗജബ എന്നത് മാളിയാണ്, അതിൽ ഖദ് വന്നാൽ തഹ്ഖീഖ് എന്നത് ഭാഷാ നിയമമാണ്. ഖദ് ഇസ്തൗജബുൽ അദാബ് എന്നതിൽ അലിഫ് ലാം വന്നാൽ ആ അറിയപ്പെട്ട അദാബ് എന്നാണ് അർത്ഥം. ഏതാണ് ആ അദാബ് എന്നറിയോ? 3000 കൊല്ലമായി പടച്ചവൻ കത്തിച്ച് ചൂടാക്കി ശക്തമാക്കി വെച്ച ഊഖിദാലൈഹാ അൽഫസന അത്തഹമറത് ثم ഊഖിദാലൈഹാ അൽഫസന ഹത്ത ബിയല്ലത് ثم ഊഖിദാലൈഹാ അൽഫസന ഹത്ത സ്വദ്ദത് ഫഹിയ സൗദാഉ മുദ്ലിമാ എന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കത്തിക്കാളുന്ന ഭീകരമായ നരകമില്ലേ? ആ നരകത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട 10 ലക്ഷം നിർഗുണ വിഭാഗത്തിന്റെ അലമ്പുകളായ നരകത്തിലേക്കുള്ള കൊല്ലിമരങ്ങള് ഇഫ്താറിന്റെ സമയത്ത് ബഹുമാനിച്ചുകൊണ്ട് പടച്ചവന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുമെന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. ഓരോ ഇഫ്താറിന്റെ സമയത്തും 10 ലക്ഷം. അങ്ങനെ 30 ദിവസം കണക്കൂട്ടി നോക്കാൻ നിങ്ങൾ എത്ര ലക്ഷങ്ങൾ. അതാര്? ആബിദീങ്ങളല്ല, സമൂഹത്തിൽ അറിയപ്പെട്ട സ്വാലിഹീങ്ങളല്ല, പിന്നെ നരകത്തിലേക്ക് മാറ്റിവെക്കപ്പെട്ട കൊള്ളിമരങ്ങൾ. അതിന് ഓരോ ദിവസങ്ങളും ആഗോളാടിസ്ഥാനത്തിൽ 10 ലക്ഷം അങ്ങനെ 30 ദിവസം തുടർന്ന് എത്ര ഉണ്ടാവും? ഇത് എല്ലാ ദിവസത്തെയും ഇഫ്താറിന്റെ സമയത്തിന്റെ ഓഫറാണ്. ഇനി വെള്ളിയാഴ്ച അയക്കണം. വ്യാഴാഴ്ച ആയി. വ്യാഴാഴ്ച അസ്റായാല് സൂഫിയാക്കളുടെ ഭാഷയിൽ വെള്ളിയാഴ്ചയായി. സാധാരണ ഈ ഷാബാനാകുമ്പോ ഓരോ ആളുകൾ വിളിച്ചു വയ്ക്കാറുണ്ട്. ചില ഏടുകളിലൊക്കെ ഷാബാന്റെ 3 യാസീന് അസറിന്റെ ശേഷം ഓതണമെന്ന് കാണുന്നുണ്ട്. ചില ഏടിലൊക്കെ മഗ്രിബ് ഏശാന്റെ ഏടിയിൽ ഓതണമെന്ന് കാണുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ 2 രീതിയിൽ വരാൻ കാരണം? ഞാൻ മനസ്സിലാക്കിയ എന്താ അറിയോ? സൂഫിയാക്കളുടെ ഭാഷയില് വ്യാഴാഴ്ച അസറായാൽ വെള്ളിയാഴ്ച. എന്തുകൊണ്ട്? വ്യാഴാഴ്ച അസറോടുകൂടി വെള്ളിയാഴ്ചന്റെ ചാർജുള്ള മലക്കുകളൊക്കെ ഇറങ്ങും. അപ്പൊ അത് മനസ്സിലാക്കി കുറെ ആളുകൾ അങ്ങനെ എഴുതിച്ചിട്ടുണ്ടാവും. എന്നാ പിന്നെ ലൈലി എന്ന് പറയൽ മഗ്രിബിന്റെ ശേഷമാണ്. അങ്ങനെ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. രണ്ടും ശരിയാണ് എന്നതുപോലെ ഇതിപ്പോ വ്യാഴാഴ്ചയാണ്. ഇന്നിതാ മലക്കുകൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ചിലപ്പോ ഇറങ്ങിയിട്ടുണ്ടാവും. എങ്ങനെ ഇറങ്ങുന്നത്? വെള്ളിയുടെ തകിട്, സ്വർണം കൊണ്ടുണ്ടാക്കിയ പേന, ഇത് രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് വ്യാഴാഴ്ച തന്നെ ഭൂമിയിൽ സ്പെഷ്യലായ ശുദ്ധാത്മാക്കളായ ഒരു വിഭാഗം മലക്കുകൾ ഇറങ്ങുകയാ. നബിയുനാ റസൂലുള്ളാഹി റമളാനിന്റെ പകലിന്റെ സ്വർഗീയ ഭൂമികയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കള്, മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കവിൾ വെച്ചുകൊണ്ട് അന്തിയുറങ്ങുന്ന വിശ്രമിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശപ്രളയമായ വിശ്വമാന വിഗാതയുടെ വിമോചന ഗീതമായ അല്ലാഹുവിന്റെ ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വ്രതശുദ്ധിയുടെ പവിത്രമായ പകൽ സമയത്ത് സ്വലാത്തിന്റെ സലൂട്ട് അധരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചോ. ദോഷങ്ങളൊന്ന് പുറത്തു കിട്ടാൻ, ഉദ്ദേശങ്ങളൊന്ന് നിറവേറ്റപ്പെടാൻ, അസ്വസ്ഥതകളിൽ നിന്ന് മാറി നിൽക്കാൻ, നിപ്പോ വൈറസ് പടരാതിരിക്കാൻ, പക്ഷിപ്പനിയിൽ നിന്നും ഡെങ്കിപ്പനിയിൽ നിന്നോ ചിക്കൻ ഗുനിയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ, അറ്റാക്ക് ക്യാൻസറിനോട് വിട പറയാൻ, ആകസ്മിക നിര്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആഖിബത്തൊന്ന് നന്നായി കിട്ടാൻ, പ്രവാസ ലോകത്തെ പ്രയാസങ്ങളിൽ നിന്ന് മോചിതരാകാൻ ചൊല്ലിക്കോ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ആര് ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നോ മലക്കുകളുടെ കയ്യിലുള്ള സ്വർണം കൊണ്ടുള്ള പേന കൊണ്ട് വെള്ളിയുടെ തകിടിൽ ഇന്നവന്റെ പേര് മനോഹരമായി ഉല്ലേഖനം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ ആ വാക്കന്നെ നിങ്ങൾ നോക്കൂ, റാ കൊണ്ടാ തുടങ്ങുന്നത് റമളാൻ. റാ കാരണം അവ്വലുഹു റഹ്മത്തുൻ മുഹമ്മദ് മുസ്തഫ. റമളാനിലെ രണ്ടാമത്തെ സ്പെല്ലിംഗ് മീമാണ്, കാരണം ഔസത്തുഹു മഗ്ഫിറത്തുൻ മുഹമ്മദ് മുസ്തഫ. റമളാനിലെ മൂന്നാമത്തെ സ്പെല്ലിംഗ് ലാദാണ്. എന്തുകൊണ്ട്? ഈ റമളാനിൽ ഒന്ന് ഒരുങ്ങിയാൽ അല്ലാഹ് ലാമിനാണ്, ഉത്തരവാദിയാണ്. അവനെ സ്വർഗത്തിൽ എത്തിക്കുമെന്നതിന് അള്ളാഹു ഉത്തരവാദിയാണ്. ആ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ലാമി. റമളാൻ എന്നതിലെ പിന്നത്തെ സ്പെല്ലിംഗ് ഏതാ? കാരണം നിങ്ങളെയായിരിക്കും ഞാൻ ഒരുപാട് ദൂരെ യാത്ര ചെയ്തുകൊണ്ട് നോമ്പില്ലാതെ വന്നാണ്. വേണമെങ്കിൽ എനിക്ക് നോമ്പ് ഒഴിവാക്കൽ ജായിസാണ്. കാരണം ഞാന് പിന്നെ സുബൈക്കുമ്പായിട്ട് എന്റെ നാടിന്റെ അതിർത്തി വിട്ടിട്ടുണ്ട്. പിന്നെ 132 കിലോമീറ്ററിന് മേലുണ്ട്. അപ്പൊ വേണമെങ്കിൽ എനിക്ക് നോമ്പ് ഒഴിവാക്കിയിട്ട് വരായിരുന്നു. പക്ഷെ ഞാൻ നോമ്പുകാരനാണ്. റമളാനല്ലേ, നീ കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കിയാലും പിന്നീട് നമ്മള് ഖളാ വിട്ടുമ്പോ റമളാന്റെ നോമ്പിന്റെ മാത്രം കിട്ടൂലാണ്. ഫലം യുഖ്ലിഹി സൗമുദ്ദഹരി കുല്ലിഹി വഇൻ സാമ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പലപ്പോഴും അബുദാബി പോകണമെങ്കിൽ നോമ്പ് ഒഴിവാക്കലില്ല. അപ്പൊ നിങ്ങള് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ നാലാമത്തെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞോളി. ഏതാ? റമളാൻ എന്നുള്ളതില് നാലാമത്തെ സ്പെല്ലിംഗ് അലിഫല്ലേ? അലിഫ് എന്നത് അഹമ്മദ് എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്. അലിഫ് എന്നത് അല്ലാഹ് എന്നതിൽ ആദ്യത്തെ അക്ഷരം. റമളാൻ എന്താണെന്ന് ഇതിന് മനസ്സിലാവും. അഹമ്മദിയത്തും മഹദിയത്തുമാണ്. പോരാ, അലിഫ് എന്നത് ഇൽഫത്ത് എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്. ഇതൊക്കെ ഇതായിട്ട് ബന്ധപ്പെട്ടത്. റമളാൻ ഇൽഫത്താണ്, അഹമ്മദിയത്താണ്, അഹദിയത്താണ്. وللصائم فرحتان فرحة عند فطره وفرحة عند لقاء ربه نبينا رسول الله मेरी आरज़ू है नवाजा गया हो मेरी आरज़ू है नवाजा गया हो मदीना 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 अजब बेखुदी के कन में हो न तू है अजब बेखुदी के कन में हो न तू है मदीना 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 नबीना व हबीबुना मुहम्मद मुस्तफा സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ, നോമ്പുകാരന് രണ്ട് ആനന്ദമാണ്. ഒരു ആനന്ദം നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദമാണ്. ഏതാണ് ആനന്ദം? നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദം. ബത്തക്ക കാണുമ്പോഴോ, പൈനാപ്പിൾ കണ്ടതോ, അങ്ങനെ ചിലർ അർത്ഥം വെക്കുക. നാളൊരു പിന്നെ സംഗമത്തിന് പ്രസംഗിക്കാൻ വേണ്ടി പോയി. ആ നോമ്പ് തറ ഇഫ്താർ സംഗമം മഗ്‌രിബ് വരെ പ്രസംഗിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചിട്ട് പിരിയാ, നോമ്പ് പറഞ്ഞിട്ട് പിരിയാന്നുള്ളതാണ്. അപ്പൊ പ്രസംഗം ഞാനാണ്. സ്വാഗതം പറഞ്ഞ ആൾ ഇങ്ങനെ പറയുന്നുണ്ട്, നോമ്പുകാരന് രണ്ട് ആനന്ദാണ്. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ തൊള്ളയിൽ കപ്പൽ വെച്ച് ഇറങ്ങാൻ മാത്രം വെള്ളമുണ്ട്. കാരണം പുറത്തുനിന്ന് പൊറാട്ടന്റെ ചിക്കന്റെ ഒക്കെ മണം വരുന്നുണ്ട്. എന്നിട്ട് അതിന്റെ അടിയിൽ കൂടി എന്റെ ബാഗും. അപ്പൊ ഇയാളൊരു അർത്ഥം വെക്കല്ലോ, ഇയാള് പറയാണ് നോമ്പുകാരന് ആനന്ദല്ലേ. അപ്പൊ ആളുകൾ ഇങ്ങനെ നോക്കാം, നമ്മൾ ഇതുവരെ വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് നിന്നിട്ട് പിന്നീട് നമ്മൾ പായസം കാണല്ലേ, ബത്തക്ക കാണല്ലേ, പൈനാപ്പിൾ കാണല്ലേ, ചിക്കനും മട്ടനും കുട്ടനും മുമ്പിലല്ലേ. അപ്പൊ ആൾക്കാര് ആനന്ദല്ല പറയണത്. ഇത് തിന്ന് കുടുങ്ങിയിട്ടാ അള്ളാഹു തആല പട്ടിണി കിടത്തുന്നത്. ഇനിയിപ്പോ ആ പൊറാട്ടന്റെ ആനന്ദ ഇത് തിന്ന് തിന്ന് ഉള്ള അറ്റാക്കും ക്യാൻസറും ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് അള്ള വരഞ്ഞ മര്യാദക്ക് നിൽക്കി ഒരു മാസം. എന്നിട്ട് പിന്നെ ആ സമൂസ കാണുമ്പോ ആരാ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, കലീമുല്ലാഹി മൂസല്ല സമൂസ. അപ്പൊ ആകണം ആനന്ദം. ആ പട്ടിണി കിടന്ന് ചപ്പി കിടക്കണ ഉണങ്ങി കിടക്കണ ആ കുടലേക്ക് മരിവാൻ കൊടുക്കുമ്പോ സമൂസ ഇറക്കുന്ന ആൾക്കാരൊക്കെ ചിന്തിച്ചോളി. സാധനം ഒരു ഓലപ്പടക്കാണ്. അത് പൊട്ടല് വായിച്ചു പോയാലോ. അതുകൊണ്ട് തന്നെ തറാവിക്ക് നിൽക്കാൻ ഒരു സുഖമില്ലല്ലോ. നമ്മളെടുത്ത് മലല്ലാലി എന്നതിന് മഹർജ് എടുക്കുകയാണ്. നല്ല സമൂസ പൊട്ടുകയാണ്. കുടുങ്ങി ഇതുകൊണ്ട് ഒരു സ്ഥലത്തും നിൽക്കാൻ വയ്യപ്പോ. നമ്മൾ യാത്ര എവിടെയെങ്കിലും കയറുകയാണെങ്കിൽ കാലത്തുനിന്ന് എടുത്തുനിന്ന് തന്നെ വെച്ച ഏത് പള്ളി കയറി. കാരണം അതൊക്കെ ഈ സമൂസന്റെ കുഴപ്പം.
അപ്പൊ അതുകൊണ്ട് സമൂസ എന്ന ആൾക്കാർ സമൂസാന്ന് മാത്രമല്ല ഒന്നായിട്ട് പേന്താൻ നിൽക്കണ്ട. നമ്മളിതിങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് 25 മിനിറ്റ് മുമ്പ് കാരൊക്കെ കൈ പിടിച്ചിരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുക 20 മിനിറ്റ് ഉണ്ട്, 4-5 കാരക്കും പിടിച്ച് ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മറ്റേ കയ്യിലും പിടിച്ചിട്ട് പൊറാട്ടമൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കാം, കാണിച്ചു തരാൻ. എന്നിട്ട് അള്ളഹാനോട് ഇങ്ങനെ പറയണവര് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി എടുപ്പിച്ചാല് ഞങ്ങൾ മാരി പാൻഡ്യം കാണിച്ചു. ഇതിന് നോമ്പ് എന്ന് പറയില്ല, ഇതിന് നോമ്പ് എന്ന് പറയില്ല, അതിന് നൊയമ്പ് എന്നാ പറയും. ഒരു വയന്ന നൊയമ്പ്. അള്ളാഹു കാത്തു വെച്ചിക്കട്ടെ. തീറ്റൊന്ന് കുറച്ചാൽ തറാവിസ്കാരത്തിന് അത്ര ലദ്ദത്തുണ്ടാവും. ഇപ്പൊ തറാവിസ്കാരത്തിന്റെ പടാപ്പാട് നമ്മളോ അള്ളല്ല അറിയണുള്ളൂ. നാളൊരു ഇമാമിനോട് പറയാ, അറിയാതെ ആള് 21ാമത്തെ റക്അത്ത് എണീച്ച്. അപ്പൊ മുമ്പിലുള്ള പ്രസിഡന്റ് പയ്യ് മുക്കറിടും പോലെ. എന്നാ അതിന്റെ മുമ്പ് 19 ഇയാൾ ഇരുന്ന്, അപ്പൊ ഇയാളൊട്ട് മുണ്ടണില്ല. 19 മറന്നിരുന്നപ്പോ മുണ്ടണില്ല. 21 എണീച്ചപ്പോ തുടങ്ങി മുക്കറ. എവിടുക്കാ ഹംകൈ പോണെന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെ പരിപാടിയൊക്കെ അങ്ങനായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ആനന്ദം ഏതാണെന്നറിയങ്ങളെ? നോമ്പുകാരന് 2 ആനന്ദമാണ്. ഒരു ആനന്ദോ അത് 10 മണിക്കൂറോളം അന്നമില്ലാതെ വെള്ളമില്ലാതെ ചപ്പിയ കുടലുമായി ഉണങ്ങിയ തൊണ്ടയുമായി കഴിഞ്ഞ് നമുക്ക് സുഭിക്ഷമായി കഴിക്കാൻ വിഭവസമൃദ്ധമായ സൽക്കാരം കാണുമ്പോൾ പാത്രത്തിലേക്ക് നോക്കിയിട്ട് പൊന്തിക്കിടക്കുന്ന വിഭവസമൃദ്ധമായ പലഹാരങ്ങൾ നോക്കിയിട്ടുള്ള ആനന്ദമല്ല, മറിച്ചൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ളത് 2 കാര്യമാണ്. ഒന്ന് ഗുഹ്യം നിയന്ത്രിക്കലാണ്, മറ്റൊന്ന് ഉദരം നിയന്ത്രിക്കലാണ്. അത് രണ്ടും അനുവദനീയമായ മേഖലകളിൽ പോലും സ്പർശിക്കാതെ നിയന്ത്രിച്ച് മണിക്കൂറുകള് പിടിച്ചിരുന്നവൻ മഗ്‌രിബിന്റെ ബാങ്കൊലി മുഴങ്ങുന്നത് കേട്ടാൽ പ്രയാസകരമായ ഒരു അമല് സമ്പൂർത്തീകരിക്കാനുള്ള സൗഭാഗ്യം പടച്ചവൻ എനിക്ക് നൽകിയല്ലോ എന്ന ആനന്ദമാണ് എന്ന് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുകയാ. മറ്റേത് പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ആനന്ദം, അതിന് ഹദീസിൽ വിശദീകരണം വേണ്ട, അത് ഉണ്ടാവും. പക്ഷെ ഈ ആനന്ദാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഒരു നോമ്പ് അങ്ങോട്ട് അൽഹംദുലില്ലാഹ് പൂർത്തിയായല്ലോ, അൽഹംദുലില്ലാഹ്. എന്നാൽ ആരിഫീങ്ങൾ അതിന് കൊടുത്ത മറ്റൊരു വ്യാഖ്യാനമുണ്ട്. വലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 ആനന്ദമാണ്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി ഇൻദ ഖുറൂജിഹി മിനദ് ദുനിയാ. നോമ്പുകാരൻ സോമ മട്ടത്തിൽ ചിട്ടയില് ആദാബിൽ പൂർത്തീകരിച്ച കാരണത്താൽ ഈ ദുനിയാവിൽ നിന്ന് പിരിയുന്ന അവസാന ശ്വാസം പിരിയുന്ന സക്രാത്തിന്റെ ചക്രശ്വാസം വലിച്ച് വേദനയുടെ കരാളഹസ്തങ്ങളിൽ കടന്ന് പടയുന്ന സമയത്ത് ആകാശഗംഗയിൽ നിന്ന് മലക്കുകൾ ഇറങ്ങിയിട്ട് അവന്റെ നോമ്പുകളെ പ്രത്യേകമായ രൂപത്തിൽ പ്രകാശമയമാക്കി അവന്റെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോ മരിക്കുന്ന സമയത്ത് അവന്റെ നോമ്പിനെ പ്രത്യേകമായ രൂപത്തിൽ കൊണ്ടുവന്ന് മലക്കുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പരലോക പാരിതോഷികമായി സമർപ്പിച്ചുകൊണ്ട് അള്ളാന്റെ ആഖിറത്തിലേക്ക് മാടി വിളിക്കുമ്പോ ആനന്ദം കൊണ്ട് നോമ്പുകാരന് ചിരിക്കുകയാ. അതാണ് ഒരു ആനന്ദോ. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ടാണ് പലരും ചിരിച്ചു മരിക്കുന്നത് കേട്ടിട്ടില്ലേ? ശഅബാൻ മാസം കഴിഞ്ഞ മാസം മരിച്ച ഇപ്പൊ മുസ്ലിയാർ ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. തൊട്ടുമുമ്പ് മരിച്ചുപോയ സമസ്തയുടെ സമുന്നത നേതാക്കളുടെ ഒക്കെ മുഖം ചിരിച്ചുകൊണ്ടോ. അത് CM ഉസ്താദാണെങ്കിലോ തൊഴിയൂർ ഉസ്താദാണെങ്കിലും പാറന്നൂർ ഉസ്താദാണെങ്കിലോ നേരത്തെ വിട പറഞ്ഞ വലിയുള്ളാഹി ശംസുൽ ഉലമയാണെങ്കിലോ റഈസുൽ മുഹഖഖീനാണെങ്കിലോ അല്ലാഹ് സാക്ഷാൽ ചെറുശ്ശേരി ഉസ്താദാണെങ്കിലും കോയക്കുട്ടി ഉസ്താദാണെങ്കിലും കുമരമ്പത്തൂർ ഉസ്താദാണെങ്കിലും ബാപ്പു ഉസ്താദാണെങ്കിലോ മുഹമ്മദ് വൈസിയാണെങ്കിലും കാപ്പിൽ ഉമർ മുസ്ലിയാരാണെങ്കിലോ ഇടയിൽ വിട പറഞ്ഞ ഏതേത് പണ്ഡിതന്മാരെ നോക്കോ, ചിരിച്ച പ്രകാശമയമായ മുഖത്തോടെയാ കിടക്കുന്നത്. കാരണം അവർ റമളാനില് അർഹമായ അംഗീകാരങ്ങൾ വാങ്ങിയ വലിയ വലിയ ആരിഫീങ്ങളും ഔലിയാക്കളും പണ്ഡിതന്മാരുമാണ്. വലിസ്വായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 ആനന്ദമാണ്. ഒന്ന് അവൻ ദുനിയാവിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള ആനന്ദമാണ്. നബിയുനാ റസൂലുള്ളാഹി. ഇന്നല്ലെങ്കിൽ ഉമ്മമാരെ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങന്മാർ, ഭാഷ മാറിയ വലിയ പ്രശ്നം അതുകൊണ്ടാ അല്ലേ?
ഞങ്ങളുടെ നാട്ടിലൊരു മീനുണ്ട്, കണ്ണെന്ന് അതിന് പറയാം. അത് ഈ പുഴയിലും പാടത്തും കണ്ടാണ് മീനാ. ചില സ്ഥലത്ത് അതിന് ബിലാൽ എന്നാ പറയാം. ഞാൻ നാളെ പേരേട്ട റളിയല്ലാഹുവിനൊന്നല്ലേ. അപ്പൊ അത് നിങ്ങളെ പറഞ്ഞ മീനിന്റെ പേരാണ്. ഇവിടെ എന്താ പറയാ, ഒരു കറുത്ത സൈസ് ഒരു മീൻ. എന്നാൽ പുഴയിലെ ഇമാമ ഒറ്റക്ക മൗമിങ്ങളോ അങ്ങനൊരു മീനുണ്ട്. ഇവിടെ എന്താ പേര് പറയാ? ബിലാൽ. എപ്പോഴും ബിലാലല്ല. ഇവിടെയും ബിലാൽ. ആ മീന് നല്ലതാ, ആറ്റിന് നല്ലതാ, തൊണ്ടക്കല്ല. വൈലത്തറ അവസ്ഥ നല്ലോണം തിന്നീന്ന് പഴയ കാലത്തെ മീൻ. അതുകൊണ്ട് വൈലത്തറിന്റെ ശബ്ദത്തിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലല്ലോ. ആ മീന് തൊണ്ടക്കും നല്ലതാണ്, ആറ്റിനും നല്ല. അപ്പൊ എനിക്ക് ആ മീൻ നല്ല ഇഷ്ടമാണ്. ഞാൻ എന്റെ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർണാടക ഭാഗത്ത് എവിടെ സ്ഥലത്ത് വാതിനായപ്പോഴ് എന്നോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്ന വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദ് ഒരു 10 മിനിറ്റ് ഇരിക്കും, കണ്ണം വരാണ്ട്. ഞാൻ കരുതിയത് ഇയാളെ എവിടുന്നോ യൂട്യൂബിൽ നിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടാവും, അപ്പൊ എനിക്ക് വേണ്ടി കണ്ണൻ സംഘടിപ്പിക്കായിരിക്കുന്ന ഞാൻ കരുതിയേ. ഞാൻ പറഞ്ഞു 10 അല്ല 15 അല്ല 20 മിനിറ്റ് ഇരിക്കാൻ തയ്യാറാൻ പറ്റാറ്. അരമണിക്കൂർ ഇരുന്നിട്ടും ചോറ് കയറിനില്ല, കണ്ണനിട്ട് വന്നിട്ടില്ല. അപ്പൊ ആളിനോട് പറഞ്ഞ 5 മിനിറ്റ് ഇവിടെ അങ്ങാടിയിൽ എത്തിക്കണ. അപ്പൊ ഞാനിങ്ങനെ കണ്ണൻ വന്നാൽ തിന്നാനുള്ള ആശ്വാസത്തിൽ തൊള്ളിയും തുറന്നിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അപ്പൊ തുറന്നിട്ട് നേരം വൈകാണ്ടാന്ന് വെച്ച് അഡ്വാൻസ് ആയിട്ട് തുറന്നു വെച്ചതാ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴും ഈ സാധനം വരുന്നില്ല, ചോറിട്ട് തരുന്നില്ല. കുറച്ചൊക്കെ കണ്ട് കഴിഞ്ഞപ്പോ ഒരു തടിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഒന്നായിട്ട് ഇടിഞ്ഞ പാൻറ് ഇട്ടിട്ട് വരുന്നുണ്ട്. എണ്ണയും തൈലിട്ട് തേക്കാതാണ്ട് കയറൂല പാൻറ്, അയ്യാതൊരു പാൻറ്. വേറൊക്കെ ആണെങ്കിലേ പഴയ പള്ളിന്റെ മെഹ്റാബിന്റെ വലുപ്പമുണ്ട്, അയ്യാതി വേറെ. എന്നിട്ട് അങ്ങനെ വന്നിട്ട് അവിടെ ഇരുന്നു. അപ്പൊ എന്നോട് പൊരക്കാരൻ പറഞ്ഞു, നീ തിന്നോളി, കണ്ണം വന്നിക്കണ. ഞാൻ ചോദിച്ചാൽ എവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കണ. അപ്പൊ അവിടെ മോളെ കെട്ടിയ മരുവനാ കണ്ണെന്ന് പറയാ. അതൊട്ട് എനിക്കറിയില്ല. ഈ സാധനത്തിനൊട്ട് പൊരിച്ചു തിന്നാനോട്ട് പറ്റൂല. അങ്ങനെ ഞാൻ കുടുങ്ങിയത് എനിക്കെന്നെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇവിടെ എന്തെന്നാ അതിന് പറയാ. പെണ്ണുങ്ങന്മാര് തന്നെയല്ലേ പറയാം അല്ലെ? അപ്പോ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുകൊണ്ട് 6 അടിയുടെ ആഴിയിൽ 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് മൂക്കിലൽപ്പം പഞ്ഞുമായി ആരാരുമില്ലാതെ കിടക്കുന്ന മണ്ണറയില്ലേ, കല്ലറയില്ലേ. അവിടെ AC ഇല്ല, VC ഇല്ല, ഫാനില്ല, കമ്പ്യൂട്ടർ ഇല്ല, TV ഇല്ല, വായിക്കാന് പേപ്പറില്ല, വിളിക്കാന് മൊബൈലില്ല, അയൽവാസികളില്ല, കെട്ടിയവളില്ല, കുട്ടികളില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, ആരാരുമില്ലാതെ 6 അടിയുടെ ആഴിയിൽ കവള് മണ്ണിലേക്ക് ഒട്ടിച്ചു വെച്ചുകൊണ്ട് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരാ, ആ അന്ത്യയാത്രയില്ലേ, റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ പോകുന്ന അന്ത്യയാത്രയില്ലേ, ആ യാത്രയൊന്ന് സുഗമമായി കിട്ടണ്ടേ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ യാത്ര അന്ത്യയാത്രയാകണ്ടേ. അതിന് റമളാനൊന്ന് അർഹമായ പരിഗണനയോടെ ബഹുമാനിച്ചാൽ മതിയേ. നബിയുനാ റസൂലുള്ളാഹി ആരാരുമില്ലാത്ത വീട്ടിൽ കിടക്കുമ്പോ കബറൊന്ന് പ്രവിശാലമാകാൻ, പ്രകാശപൂരിതമാകാൻ റബ്ബേ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ഈ ഹദീസിന്റെ പ്രവിശാലമായ സാരാംശത്തിൽ ഇങ്ങനെയൊക്കെ മഹാന്മാർ കൈകാര്യം ചെയ്ത് കാണാം. അള്ളാഹു അതൊക്കെ അനുഭവിക്കാനും ആ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റാനും അള്ളാഹു നമുക്ക് യോഗം നൽകട്ടെ. അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ്. പക്ഷേ നമുക്കൊരു സ്വഭാവം ഉണ്ട്, എന്താരോ, റമളാനിൽ നമ്മൾ എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കും. റമളാനിൽ വ്യഭിചരിക്കുന്ന ആളുകളില്ല, ഭാര്യയുമായി ഭോഗം ചെയ്യുന്ന ആളുകളില്ല, എന്നാൽ ഭോജനം നടത്തുന്ന ആളുകളില്ല. റമളാനിൽ ആളുകൾ അടിക്കുന്ന ആളുകളും കുറവാണ്, ചവിട്ടുന്നവരും കുറവാണ്, സിനിമ കാണുന്ന ആളുകളും കുറവാണ്. ആ റമളാൻ ഒന്നിനെ TV ഒക്കെ കഫൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ആ കഫൻ തുണി തുറക്കണമെങ്കിൽ ശവ്വാൽ 1 അപ്പോ സിനിമ കാണുന്ന ആൾക്കാർ കുറവാണ്. പക്ഷെ ഈ എല്ലാ അവയവങ്ങളെയും നമ്മൾ നിയന്ത്രിക്കും. റമളാനിൽ നിയന്ത്രിക്കാത്ത അവയവമുണ്ട്, അതാണ് ഏറ്റവും വലിയ വീരൻ. ഈ സാധനം അത് നിയന്ത്രിക്കുക. അത് നോമ്പറക്കാൻ പോയിരുന്നാലും കടകട, തറാവിന് പോകുമ്പോഴും കുടുകുടു, വാളിന് പോകുന്ന സമയത്തും ആളുകൾ ഈബത്ത്, ബാങ്ക് കൊടുക്കണ, നോമ്പറക്കണ സമയം എന്നൊക്കെ എന്ത് കൊടുത്താലും ഉത്തരം കിട്ടുന്ന സമയം. ഏതാണ് ആ സമയം? അപ്പൊ അള്ളാഹിനോട് ചടപടാ പൊട്ടിച്ച് ദ്വാരക്കണ്ട, മനസ്സങ്ങണ്ട് കൊടുത്താൽ അള്ളാഹു ഉത്തരം താനങ്ങട് തരും. പക്ഷെ അപ്പോഴും കാണാം അപ്പുറത്തിരിക്കുന്ന ആളെങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കും. ഇതെന്താ അങ്ങനെ ആയിന്നറിയില്ല. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കും, ഈ സാധനം ആവശ്യമില്ലാതെ പുറത്ത് കിട്ടാൽ ഇതന്നെ മതി നരകത്ത് പോകാൻ, വേറെ ഒന്നും വേണ്ട. കുഫ്ർ വരെ വരുന്ന പണ്ഡിതന്മാർ പറയുന്നു, കുഫ്ർ വരെ വരുന്നു. ഇത് ആവശ്യമില്ലാതെ പുറത്ത് കിട്ടാൻ കുഫ്ർ വരെ വരുന്നു. ഞാൻ എന്റെ റമളാനിലെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? മലപ്പുറം ജില്ലയിലെ
60 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. ഒരു വലിയ മുതലാളിയാണ്. പേര് ഉണ്ണി മൊയ്തീൻ മുതലാളി എന്നാണ്. പേര് കേട്ടപ്പോഴേ നിങ്ങളിൽ പലരും തലയാട്ടുന്നത് അറിയുന്നത് കൊണ്ടാണ്. ഉണ്ണി മൊയ്തീൻ മുതലാളിയാണ്. അതാ പഴയ കാലത്ത് സ്ഥാപിക്കപ്പെട്ട താനൂർ ഇസ്ലാം കോളേജിനെ പോലെയുള്ള കോളേജ് ദീനീ കലാലയങ്ങൾക്കുള്ള വലിയ ഫണ്ട് നൽകിയത് ഉണ്ണി മൊയ്തീൻ മുതലാളിയാണ്. വണ്ടൂർ സ്വതക്കത്തുള്ള മുസ്ലിയാര്, അതുപോലെ ഫൽഫരി കുട്ടി മുസ്ലിയാര് പോലെയുള്ള ആളുകൾ ദർസ് നടത്തുമ്പോൾ അവരുടെ ദർസിലുള്ള എല്ലാ മുദരിസുമാർക്കുള്ള ശമ്പളോ മുത്തഅല്ലിമീങ്ങൾക്കുള്ള ഭക്ഷണോ ഉണ്ണി മൊയ്തീൻ മുതലാളിയുടെ വക തന്നെ. പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, യതീംഖാനക്ക് അരി കൊടുക്കുന്ന ആളാ, പള്ളിക്ക് പണം കൊടുക്കുന്ന ആളാണ്. ഒരു ആലിമല്ല, പക്ഷേ കന്തൂറ ധരിച്ചുകൊണ്ട് തലകെട്ട് കെട്ടുന്ന ആളാണ്. മലപ്പുറം ജില്ലയിൽ ആദ്യമായി മാരുതി കാർ ഉപയോഗിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ണി മുതലാളിയാണ്, ഉണ്ണി മൊയ്തീൻ മുതലാളിയാണ്. മലപ്പുറം ജില്ലയിലല്ല, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഫോൺ ഉപയോഗിച്ചത് ഉണ്ണി മൊയ്തീൻ മുതലാളിയാണ്. ഉണ്ണി മൊയ്തീൻ മുതലാളിയുടെ കാറ് പാർക്കയില് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മാളിക മുകളിലാണ്. അങ്ങോട്ട് റോഡ് ഇട്ടിക്കുന്നു, വീടിന്റെ മുകൾക്ക് റോഡ് ഇട്ടിക്കുന്നു. അവിടെ കൊണ്ടുപോയിട്ട് കാറ് നിർത്തൽ. മനോഹരമായി മുടി വാർന്നു നോക്കും, കന്തൂറിടും, തലക്കെട്ട് കിട്ടും. ഉള്ള മനുഷ്യന്മാർക്കൊക്കെ പൈസയും കൊടുക്കും. പക്ഷെ ആ ഉണ്ണി മൊയ്തീൻ മുതലാളി എങ്ങനെ മരിച്ചെന്നറിയോ? ഒരു ഹിന്ദു സ്ത്രീനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഹിന്ദുവായി അമ്പലം ഉണ്ടാക്കിയതിലെ പൂജാരിയായിട്ട് ചത്തുപോയി. ഈ രണ്ട് മുഖം അറിയുന്ന ആളുകൾ മലയാളക്കരയിൽ ഇരുന്നുണ്ട്. എന്നോട് ഒരു ഭയങ്കരനായ വിശ്വസനായ ഉസ്താദ് പറഞ്ഞു. കാരണം എന്താ നിങ്ങള് ഈ സാധനം അറിയാം, ആവശ്യമില്ലാതെ അഹങ്കാരത്തോടെ പുറത്ത് കിട്ടും. വേറൊന്നുമില്ല, ഈ സാധനം ആവശ്യമില്ലാതെ പുറത്ത് കിട്ടും. ഒരു പരിധിയിലേക്ക് അള്ളാഹു ക്ഷമിച്ചു. പരിധി വിട്ടാൽ സൈഡ് എഫക്ട് പെടുന്നതിനെ കിട്ടും. എങ്ങനെ? അയാള് കുറെ മുദരിസുമാർക്ക് ശമ്പളം കൊടുക്കുന്ന ആളാണ്, കുറെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാളാണ് കുട്ടി മുസ്ലിയാർ, വലിയ പണ്ഡിതനാണ്. വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹത്തിലൊക്കെ പ്രിൻസിപ്പളായിരുന്നു. മലപ്പുറം ജില്ലയിലെ പ്രഗത്ഭരായ തലയെടുപ്പുള്ള അങ്കൂലി പരിമിതമായ പണ്ഡിതന്മാരിൽ അധ്യക്ഷനായിരുന്നു കുട്ടി മുസ്ലിയാർ, വലിയ മഹാനായിരുന്നു. ആ കുട്ടി മുസ്ലിയാർ വെല്ലൂർ ബാക്കിയാത്ത് കോളേജിൽ ദർസ് നടത്തുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ജിന്നുകൾക്ക് വരെ സ്വകാര്യമായ റൂമിൽ വെച്ച് കിതാബ് ഓതി കൊടുത്തിരുന്ന ആളാണ്. എന്നാൽ അതേ കുട്ടി മുസ്ലിയാര് മലപ്പുറത്ത് ദർസ് നടത്തുന്ന സമയത്ത് അവിടുത്തെ മുത്തവല്ലിയും കൂടിയായിരുന്നു ഈ ഉണ്ണി മൊയ്തീൻ മുതലാളി. ആ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതും ഉണ്ണി മൊയ്തീൻ മുതലാളി, ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നതും ഉണ്ണി മൊയ്തീൻ മുതലാളി, പാവങ്ങളെ കെട്ടിക്കുന്നതും ഉണ്ണി മൊയ്തീൻ മുതലാളി, മഹല്ലിലെ മുത്തവല്ലിയും ഉണ്ണി മൊയ്തീൻ മുതലാളി തന്നെ. കുട്ടി മുസ്ലിയാർ മലപ്പുറത്ത് ദർസ് നടത്തുന്ന സമയത്ത് ഈ ഉണ്ണി മൊയ്തീൻ മുതലാളി ഒരിക്കൽ കുട്ടി മുസ്ലിയാരോട് വന്ന് ചോദിച്ചു, മൂല്യാരെ, നിങ്ങളെ കുട്ടികൾക്ക് പരീക്ഷ നടത്താറുണ്ടോ? ദർസുകളിലൊക്കെ പരീക്ഷ ഉണ്ടാവും, അത് കുട്ടികൾക്ക് ഭാവിയിൽ പരീക്ഷ നേരിടാൻ നല്ലതാണ്, ഒരു റിഹേഴ്സലാണ്. എന്നാ പരീക്ഷ നടത്തില്ല എന്ന് വെച്ചിട്ട് അത് കുറ്റമുള്ള കാര്യമില്ല. പരീക്ഷയിൽ നല്ലോ മാർക്ക് വാങ്ങി ജയിച്ചു എന്നുള്ളവർക്ക് തോറ്റ ആളേക്കാൾ ഓന് കിതാബിരി എന്ന് പറയാനും പറ്റൂല. അത് എഴുത്തിന്റെ കഴിവുകൾ ഒക്കെ ഉണ്ടാവും. എന്നാൽ കിതാബിരിയിൽ അല്പം തോറ്റ ആൾക്കാർക്ക് അത് വേറെ. എന്നാലും പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ നല്ലതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഉണ്ണി മൊയ്തീൻ മുതലാളി ആരോ ജാക്കറ്റ് പൊന്തിച്ച് വന്നിട്ട് ഉസ്താദിന്റെ റൂമില് അത് പേടോടെ ചോദിച്ചു, നിങ്ങൾ എന്താ അവിടെ പരീക്ഷ നടത്താതെ? ഞാനല്ല അവിടെ ചെലവിന് കൊടുക്കും. എങ്ങനെ? ഞാനല്ലോ അവിടെ ചെലവിന് കൊടുക്കുന്നത്. അതുകൊണ്ട് മര്യാദക്ക് പരീക്ഷ നടത്തും. പരീക്ഷ നടത്തിയ പോരാ, കുട്ടികളെ മാർക്ക് ലിസ്റ്റ് പുറത്തു വെക്കണം, നമുക്ക് കാണാനാണ്. കുട്ടി മുസ്ലിയാർ ഒരു തർക്കം വേണ്ടാന്ന് എഴുതിയിട്ട് പരീക്ഷ നടത്തി മാർക്ക് ലിസ്റ്റ് പുറത്തു തൂക്കിയപ്പോ കിതാബ് തരുന്ന കുറെ കുട്ടികൾക്ക് എഴുത്തിന് കഴിവില്ല, ഓല് തോറ്റു എടുക്കാം. ഇത് ഉണ്ണി മൊയ്തീൻ മുതലാളി ഇങ്ങനെ വായിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഈ നായിന്റെ മക്കൾക്കൊക്കെ പൈസ ഇറക്കിയിട്ട് ചെലവ് കൊടുക്കുന്നത് വെറുതെയാണ്, ഒക്കെ കണ്ടില്ലേ മാർക്ക് കുറഞ്ഞു കിടക്കണേന്ന്. ആരാണാ പറയണത്? തഹജ്ജുദ് നിസ്കരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ഒരു ആരിഫായ മഹാന്റെ അടുത്ത് ഓതുന്ന മുത്തഅല്ലിമീങ്ങൾ. ഇത് കുട്ടി മുസ്ലിയാര് വല്ലാതെ ടെൻഷനായി, മനസ്സ് തകർന്നു. കുട്ടികളും കരയാൻ തുടങ്ങി, നായിന്റെ മക്കളെന്ന്. നമ്മളാണെങ്കിലോ ഒന്നുകിലും മൂപ്പര് അല്ലെങ്കിൽ നമ്മളാണെങ്കിലും കണ്ടാലൊന്നും സംഭവിച്ചിട്ട് അവളും കിടക്കുന്ന ഇറങ്ങുള്ളൂ. എന്താ ചെലവിന് കൊടുക്കണ്ട ആ ഗർവാണാ കാണിച്ചത്, പൈസ ഇറക്കുന്നുണ്ട് ആ അഹങ്കാരാണാ കാണിച്ചത്.
പക്ഷെ എന്തിന്റെ ആ കാലത്ത് കുട്ടി മുസ്ലിയാരെടുത്ത് തേനമൂലിയാർ വന്ന് ഓതിന കാലം. തേനമൂലിയാരിട്ട് വലിയ മഹാണ്ടായിരുന്നു മലപ്പുറത്ത്, കൂരിയാട് ബഹാവുദ്ദീൻ ഉസ്താദിന്റെ വല്യപ്പൻ തേനമൂലിയാർ. അവരെ ഒരു ബാണ്ടുണ്ട്, അതിലെപ്പോഴും ഷാഫി മദബിലെ തുഹ്ഫ ഫിഖ്ഹിലെ ആധികാരിക ഗ്രന്ഥമായ ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹ്ഫ എപ്പോഴും ഉണ്ടാവും. ഇമാം ഗസാലി തങ്ങളുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ ഉണ്ടാവും. ഇത് രണ്ടും ആ ബാണ്ടത്തിലാക്കിയിട്ട് തലമച്ചിട്ട് ഇങ്ങനെ പോണ ആളാണ് തേനൂല്. കുറച്ചങ്ങോട്ട് യാത്ര ചെയ്താൽ ഈ ബാണ്ട ഇറക്കി വെക്കും, തുഹ്ഫ നോക്കും, ഇഹ്യ നോക്കും, പിന്നെയും പോകും. അടുത്ത പള്ളി കയറിയിട്ട് ദുഹാസ്കരിക്കും, പിന്നെ കയറിയിട്ട് തഹീത്ത് നിസ്കരിക്കും, ഇങ്ങനെ പോണ ഒരാളാണ്. അപ്പൊ അവർക്ക് പറ്റിയ ആൾക്കാരായിരുന്നു സ്വഹീഹ് ബുഖാരി ഓദിക്കുന്ന സ്വഭാവമുണ്ട്. യൂസുഫുൽ ഫൽഫരിന്റെ അടുത്ത് സ്വഹീഹ് ബുഖാരി ഓദിച്ചിരുന്നു. അവരുടെ വിയോഗ ശേഷം സ്വഹീഹ് ബുഖാരി പിന്നെ ഓദിച്ചിരുന്നില്ല. പിന്നെ കുട്ടി മുസ്ലിയാർ എടുത്തേക്കാ വന്നത് സ്വഹീഹ് ബുഖാരി ഓദിക്കാൻ. അപ്പൊ കുട്ടി മുസ്ലിയാർ പറഞ്ഞു, പ്രായം കൊണ്ടും ഇബാദത്ത് കൊണ്ടും ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടും അവിടുന്ന് എന്റെ എത്രയോ മേലെയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഓതിത്തരിക എന്നല്ലാതെ എനിക്ക് അങ്ങേക്ക് സ്വഹീഹ് ബുഖാരി ഓതിത്തരാൻ താത്വിക മേഖലയിൽ അർഹതയില്ല. കുട്ടി മുസ്ലിയാർ തേന മുസ്ലിയാർ മുമ്പിൽ നിന്ന് താഴ്മയോടെ പറയുകയാണ്. ആ സമയത്ത് കുട്ടി മുസ്ലിയാർ ആരെന്നൊന്ന് പഠിച്ചോ? തേന മുസ്ലിയാർ പറഞ്ഞു, കുട്ടി മുസ്ലിയാർ എന്നൊരു കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. കുട്ടി, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് സ്വഹീഹ് ബുഖാരി ഓതാൻ വേണ്ടി വന്നത് എന്റെ സ്വന്തം തീരുമാനമല്ല. എനിക്ക് ഓതി തന്നിരുന്നത് നിങ്ങളുടെ കുടുംബക്കാരനായ യൂസുഫുൽ ഫൽഫരിയാണ്. അവരുടെ വിയോഗശേഷം ആരാണ് എനിക്കൊന്ന് സ്വഹീഹ് ബുഖാരി ഓതിത്തരിക? ആരെ അരികിൽ നിന്നാ ഞാൻ ഓതേണ്ടത് എന്ന് ചിന്തിച്ച് ഞാൻ ഇന്നലെ അങ്ങ് ഉറങ്ങിയപ്പോൾ കിനാവിൽ വന്നിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ. النبي حاضر يعلم علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه. الله 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 ഹൃദയങ്ങളുടെ വസന്തമേ, മക്കയിൽ ഉദിച്ച പ്രഭയെ, മദീനയിൽ നിദ്ര കൊള്ളുന്ന നില. ഈ ശരീരത്തിനൊരു ഖിബലയുണ്ടത് കഅബയാണ്. എന്നാൽ ഖൽബിനൊരു ഖിബലയുണ്ട്, മാരിഫത്തിനൊരു ഖിബലയുണ്ട്, മഹബ്ബത്തിനൊരു ഖിബലയുണ്ട്. അത് കഅബയല്ല, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കുട്ടി മുസ്ലിയാരെ ഇന്നലെ രാത്രിയിൽ നിദ്രയിൽ കടന്നു വന്നുകൊണ്ട് എന്നോട് പറഞ്ഞതാണ്, തേന മുസ്ലിയാരെ, നിങ്ങൾ സ്വഹീഹ് ബുഖാരി ആരെ നിന്നാ ഓതേണ്ടത് എന്ന് ചിന്തിച്ച് പ്രയാസപ്പെടണ്ട. മലപ്പുറത്ത് കുട്ടി മുസ്ലിയാര് ദർസ് നടത്തുന്നില്ലേ, അവിടെ പോയി ഓദിച്ചോ എന്ന് എന്നോട് റസൂലുള്ളാഹ് പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങളൊന്ന് ഓതിത്തരുമോ? എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ അള്ളാന്റെ റസൂലാണ്, ഓതി തരുമെന്ന് വെച്ചു. പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുട്ടി മുസ്ലിയാരെ അന്ന് മുതൽ തേന മുസ്ലിയാർക്ക് അസർ മുതൽ മഗ്രിബ് വരെ എല്ലാ ദിവസങ്ങളും സമയം മാറ്റി. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ തേന മുസ്ലിയാർ ബുഖാരി എടുത്തിട്ട് ഓതാൻ വരുന്ന സമയത്ത് കുട്ടി മുസ്ലിയാർ ഈ ടെൻഷനില്ല. ടെൻഷനില് നിങ്ങൾ പറഞ്ഞാലും ഞാൻ ബാക്കി പറയുള്ളൂ. ഏത് ടെൻഷനില്? കുട്ടികളെയും കുട്ടികളേരും നാലിന്റെ മക്കളെന്ന് മുത്തല്ലി വിളിച്ച ടെൻഷനില്ല. അപ്പൊ സ്വഹീഹ് ബുഖാരി ഓതാൻ വരുമ്പോ സാധാരണത്തെ മുഖമല്ല കാണുന്നത്, മുഖമൊക്കെ മാറി, സംസാരം കുറവാണ്, ടെൻഷൻ അടിച്ചിരിക്കാണ്. അപ്പൊ തേനൂലേര് വലിയൊരു വലിയല്ലേ, തേനൂലേര് വെച്ചു, അല്ല കുട്ടികളേരെ എന്താ ഇപ്പൊ ഇങ്ങനെ ഇന്നലത്തെ മാലയിലോ എന്നാ കണ്ടപ്പോ എന്താ നിങ്ങൾക്ക് ഇത്ര പ്രയാസം, എന്തത്ര ഭാരം, എന്താ മനസ്സിന് എന്താ ടെൻഷൻ? അപ്പൊ കുട്ടികളേര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുത്തവല്ലി ഇനി മക്കളെ നായിന്റെ മക്കളെന്ന് വിളിച്ചിരിക്കണ. തേനൂലേരെ മുഖാണ്ട് മാറി, മുഖാണ്ട് ചോന്നു, കണ്ണിന്ന് തീപ്പൊരി പാറും പോലെ. തേനൂലേരായിരുന്നു, നിങ്ങൾ ഇങ്ങളെ മുത്താലിമ്യങ്ങൾ അള്ളാന്റെ ദീന് പഠിക്കുന്ന മുത്താലിമ്യങ്ങളെ നോക്കിയിട്ട് നായന്റെ മക്കളെ എന്ന് ഒരാൾ വിളിച്ചാൽ മാതല്ല അയാള് കാഫറായിട്ടല്ല മരിക്കുള്ളൂ. എന്താ ഞാൻ ഈ കേൾക്കണേന്ന് വെച്ചു. അപ്പൊ കുട്ടികളേരറിഞ്ഞ് എല്ലാ പള്ളിയിലും ശമ്പളം മൂപ്പരാണ്, എല്ലാ മുത്താലിമ്യങ്ങൾക്കും ഭക്ഷണം മൂപ്പരാണ്, കുറെ കോളേജ് ഉണ്ടാക്കിയ മൂപ്പര. അതൊന്നും എനിക്കറിയില്ല. ഇത് അവസാനം കുഫർ വരുന്ന ഒരു മനുഷ്യന്റെ നാവുമ്മ കൂടി വരുള്ളൂ, അല്ലാത്തവന്റെ നാവുമ്മ കൂടി ഇത് വരൂല. ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞു, മാസങ്ങളായി. അപ്പോൾ
ഈ ഉണ്ണി മൊയ്തീൻ മുതലാളി ഹൈന്ദവ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ പ്രേമിച്ചു, ഹിന്ദുവായി മാറി. അമ്പലത്തിൽ അവരുടെ ആചാരപ്രകാരം കല്യാണം നടന്നു. പെരിന്തൽമണ്ണ ഭാഗത്തൊരു അമ്പലത്തിലെ പൂജാരിയായി മരിച്ചുപോയി. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്, മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വലിയ അപകടകാരി നാവ് തന്നെ. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തെക്കാൾ കഠിനമാണ് പരദൂഷണമെന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുനാ റസൂലുള്ളാഹി. ഇത് റമദാനിൽ സ്പെഷ്യലായിട്ട് പെണ്ണുങ്ങളോട് പ്രത്യേകമായിട്ട് ഞാൻ പറയാം. ബക്കറ്റ് പടച്ചിട്ട് ആണുങ്ങളെടുത്ത് വാങ്ങാം, പെണ്ണുങ്ങളടുത്ത് ബക്കറ്റ് വാങ്ങാം അല്ലേ? എന്നാൽ എല്ലാവരും ഒരു ബക്കറ്റ് വരുന്നുണ്ട്, അതിലുള്ള ഒന്നിട്ട് കൈയിട്ടിട്ടാണ്ട് വാരാൻ നിൽക്കണ്ട, വല്ലതും ഉണ്ട് ഇങ്ങോട്ട് നന്നായിട്ട് കൊടുത്തോളി. റമദാന്റെ പകൽ സമയമാണ്. അള്ളാഹു തആല സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ പറയാം. അള്ളാഹു സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, നമ്മളെല്ലാ അവയവങ്ങളും നിയന്ത്രിക്കും, ഈ സാധനം നിയന്ത്രിക്കൂല. എന്നാൽ എല്ലാ അവയവത്തിനേക്കാളും കാഠിന്യവും അപകടകാരിയും ഈ നാവാണ്. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. 30 വ്യഭിചാരത്തിനേക്കാളും കഠിനമാണ് 30 മിനിറ്റ് ഗീബത്ത്. ഒരാൾ 30 പെണ്ണുങ്ങളായിട്ട് വ്യഭിചരിച്ചു, മറ്റൊരാൾ 30 മിനിറ്റ് ഗീബത്തും പറയും. ഞാൻ മാഷറിയിലെ ഏറ്റവും വലിയ തമ്മാടി 30 മിനിറ്റ് ഗീബത്ത് പറഞ്ഞ ആളാ. അതിന്റെ അർത്ഥം വ്യഭിചരിക്കണമെന്നല്ല. വ്യഭിചാരം വളരെ മോശമാണ്, വളരെ ഹീനമാണ്, നരകത്തിന് കാരണമാണ്, സന്തോഷമാണ്, ഒക്കെ ശരി. പക്ഷെ വ്യഭിചാരിയുടെ മുമ്പിൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ആ ആയത്ത് പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ആ ആയത്ത് പ്രതീക്ഷയുള്ളതാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ആ ആയത്ത് പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്. അത്സായിബു മിനദ് ദംബി കമല്ലാ ദംബല, ആ ഹദീസ് പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്. ലാ യലിജുൻ നാറ മൻ ബക്കാ മിൻ ഖശിയത്തില്ല, ആ ഹദീസ് പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ വിചാരിക്കും പ്രതീക്ഷയുള്ള ആയത്തും ഹദീസുകളാണ്. പക്ഷേ ഒരു മനുഷ്യനെ എങ്ങാനും നാക്കുകൊണ്ട് നീ വ്യഭിചരിച്ചാൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, അതാ അഭാവത്തിലാകട്ടെ സാന്നിധ്യത്തിലാകട്ടെ, നാക്കുകൊണ്ടങ്ങ് കുറ്റം പറഞ്ഞുകൊണ്ട് വ്യഭിചരിച്ചാ, ദുനിയാവിൽ ഒരായത്തും നിന്റെ മുമ്പിൽ പ്രതീക്ഷയില്ല, ഒരു ഹദീസുമില്ല. ഏതുവരെ ആരെയാണോ കുറ്റം പറഞ്ഞതെങ്കിൽ അവനെ പോയി കൈപിടിച്ചുകൊണ്ട് പൂർണ്ണമായി പൊരുത്തപ്പെടിക്കുന്നത് വരെ അല്ലാഹ് നിനക്ക് പുറത്തു തരൂല. വ്യഭിചാരിക്ക് പുറത്തു കൊടുത്തേക്കാ, കള്ളുകുടിയന് പുറത്തു കൊടുത്തേക്കാ, മറ്റുള്ള തോന്നിവാസികൾക്ക് പുറത്തു കൊടുത്തേക്കാ, നിനക്ക് പുറത്തു തരൂല. അതുകൊണ്ട് അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. പെണ്ണുങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പെണ്ണുങ്ങളെ കത്തിക്കാളുന്ന നരകത്തിൽ കാണാനുള്ള കാരണം വിശദീകരിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അവർ നാക്ക് ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് സംസാരിക്കുന്നവരോ ശാപം അധികരിപ്പിക്കുന്നവരോ ഭർത്താവിനോട് നന്ദികേട് ചെയ്യുന്നവരുമാ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി പരിശുദ്ധമായ ഖുർആനിലേക്ക് ഇറങ്ങിയാൽ നാവിനെ പിടിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്ക് സൗമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ എന്ന് മറിയം റളിയല്ലാഹു തആല അൻഹാ പറയുകയാണ്, ഞാൻ റബ്ബിന് സൗമിനെ നേർച്ചയാക്കി. എന്താണ് ആ സൗമ്? ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ, ഞാൻ ഒരാളോടും മിണ്ടൂല. ഒരാളോടും മിണ്ടാതെ നാവിനെ പിടിച്ചിരിക്കുന്നതിന് ഖുർആനിൽ സൗമെന്ന് പേരുണ്ട്. ഒരു കാര്യം എല്ലാവരും ഈ കൊല്ലത്തിന് മാത്രമല്ല, ഇത് എല്ലാ കാലത്തേക്കും എല്ലാ ദിവസത്തേക്കുള്ള ഒരു വലിയ ഉപദേശമായി ഞാനിങ്ങൾ ഉൾക്കൊള്ളണം. ഈ സാധനം സ്വർഗം കിട്ടാനുള്ളവരൊക്കെ നിർബന്ധമായിട്ടൊന്ന് പിടിച്ചു വെക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടല്ലോ മനുഷ്യ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും പുറത്തുക, കൈ പുറത്തുക, കാല് പുറത്തുക, മൂക്ക് പുറത്തുക, കണ്ണ് പുറത്തുക, എല്ലാ അവയവങ്ങളും. പക്ഷെ നാവ് അങ്ങനെയല്ല, ഉള്ളിക്ക് വലിച്ചു കെട്ടിയിരിക്കുക, ഉള്ളിക്ക് ചങ്ങലിട്ട് വലിച്ചു കെട്ടി. അതിന്റെ അപ്പുറത്ത് രണ്ട് ഭാഗത്തും പല്ലുകൾ, മുകളിൽ നിന്ന് താഴേക്കും താഴെ മുകളിൽ പല്ലുകളാകുന്ന ഷട്ടർ, അതിന്റെ അപ്പുറത്ത് ചുണ്ടുകളാകുന്ന വരമ്പ്, അതിന്റെ അപ്പുറത്ത് താടി മീശയും കാട്, വലിയ കാട്, കൊടുങ്കാട്ടിന്റെ ഉള്ളിൽ വരമ്പിന്റെ അപ്പുറത്ത്, വേലിക്കെട്ടിന്റെ അപ്പുറത്ത്, ഷട്ടറിന്റെ അപ്പുറത്ത് ചങ്ങലിട്ട് കെട്ടിയ സാധനമാണ് നാവ്. എന്തേ? പുറത്ത് കിടുമ്പോ ശ്രദ്ധിക്കണം, വേപ്പ് നായ. അതിന്റെ സൃഷ്ടിപ്പ് സ്വഭാവം തന്നെ അങ്ങനെയാണ്.
സൃഷ്ടിപ്പ് സ്വഭാവം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാവില്ലാത്ത രണ്ടവയവങ്ങളുണ്ട്, അതൊരു മനുഷ്യൻ എനിക്ക് ഉത്തരവാദിത്വം തന്നാൽ അവന് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യക്കാരനാണ്. നബിയുനാ റസൂലുള്ളാഹി മൂന്നുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊന്നുകളയുന്ന കാലമോ, 8 വയസ്സുകാരിയെ ഒരാഴ്ചയോളം പട്ടിണിക്കിട്ട് നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ട് അവസാനം കൂർത്തമൂർത്ത വലിയ പാറക്കല്ല് ഉപയോഗിച്ചുകൊണ്ട് നൈസായ തലയോട്ടിയെ ചിരട്ട പൊട്ടിക്കും പോലെ പൊട്ടിക്കുന്നതിന്റെ മുമ്പ് പിന്നെയും ഭോഗിച്ചുകൊണ്ട് പിന്നെയും വികാര പൂർത്തീകരണം നടത്തിയിട്ട് അവസാനം കാലിന്റെ ചൂപ്പ് മാറാത്ത പൊന്നു പൈതലിന് തലക്കിട്ട് കൂർത്തമൂർത്ത പാറ കൊണ്ട് അടിച്ച് പൊട്ടിച്ച് കൊന്നുകളഞ്ഞതിന്റെ നൊമ്പരം പേറുന്ന പ്രിയപ്പെട്ട വിശ്വാസികള്, ഏത് മതക്കാരും അത് ഉൾക്കൊള്ളുന്നതാണല്ലോ. അല്ലാ അത് കഴിഞ്ഞ ഉടനെയല്ലേ 8 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിന് അതാ വ്യഭിചരിച്ചുകൊണ്ട് കൊന്നുകളഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ആഖിർ സമാന്റെ പ്രധാനമായ അടയങ്ങളിൽ ഒന്നല്ലേ അന്ന് നടക്കുന്ന തമ്മാടിത്തരങ്ങൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കാണുകയോ അറിയുകയോ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, يذوب قلب المؤمن كما يذوب الملح في الماء مما يرى من المنكر فلا يستطيع أن يغيره نبينا رسول الله. അന്ന് നടക്കുന്ന തമ്മാടിത്തരങ്ങൾ ഒരൽപ്പമെങ്കിലും ഈമാനുള്ള മനുഷ്യനങ്ങ് അറിഞ്ഞാൽ അവന്റെ കൽബ് വെള്ളത്തിലിട്ട ഉപ്പ് പതയ്ക്കും പോലെ പതക്കുന്നതാ. എന്തേ കാരണമെന്നറിയോ? അവൻ കാണാനോ കണ്ടു, കേൾക്കാനോ കേട്ടു, തടുക്കാൻ പറ്റിയില്ലല്ലോ. ഞാനെങ്ങാനും ആ കാലിന്റെ ചുവപ്പ് മാറാത്ത പെൺകുട്ടിയെ ഇഞ്ചിഞ്ചായി കൊന്നുകളയുന്ന സമയത്ത് മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അക്രമകാരികളുടെ മുമ്പിൽ നിന്ന് ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ആ പെൺകുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ. പക്ഷേ എനിക്കവിടെ പോവാൻ പറ്റിയില്ലല്ലോ. ഇന്ന് ചിന്തിക്കാത്ത കൽബുകൾ ഉണ്ടായിട്ടുണ്ടോ? അന്ന് പേപ്പർ കയ്യിൽ പിടിച്ചുകൊണ്ട് ജലാന്തരമായ കണ്ണോട് മദീനയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാനൊരു സലാം പറഞ്ഞിട്ടുണ്ട്. എന്നും അറിയുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയല്ലേ? പ്രിയപ്പെട്ട മുഅ്മിനേ, ഈ 2 സാധനത്തിനെയും പിടിച്ചു വെക്കാൻ ആരാണോ സമൂഹത്തിൽ വിശ്വാസികളിൽ നിന്ന് തയ്യാറെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിന്റെ താക്കോൽ അവന്റെ കൈവെള്ളയിൽ വെച്ച് കൊടുക്കുകയാ. അല്ലാഹുവിനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. അല്ലാഹുവിനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ബിന്നബിയിൽ മുസ്തഫ, ബിന്നബിയിൽ മുസ്തഫ. പെണ്ണുങ്ങളെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരർത്ഥത്തിൽ ഗുഹ്യസ്ഥാനത്തിനേക്കാൾ അപകടകാരിയാണ് ഈ സാധനം, നാവ്. ഈ സാധനം കൊല്ലങ്ങളോളം എടുത്ത അമലുകളൊക്കെ പെട്ടെന്ന് ഒരുക്കിയാണ്ട് പോകും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു ഒരാള് പോത്തെന്ന് വിളിച്ചു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു പറഞ്ഞു, ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പോത്തെന്ന് വിളിച്ചിട്ട് അങ്ങാടി കൂടെ ഒരാൾ പോകണ്ട. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് ആ പറഞ്ഞ ആളെ പൊരി കൊണ്ടുപോയിട്ട് ഒരു മനോഹരമായ പെട്ടിയിൽ മധുരകരമായ ഹലുവുണ്ട്, ആരോ കൊടുത്തതാണ്. അത് കൊടുത്തിട്ട് തന്നെ ഇത് നോന കൊണ്ടുകൊടുത്തു. അപ്പൊ ഈ അലുവ പെട്ടി പിടിച്ചിട്ട് ഇയാൾ വെച്ച്, നിങ്ങളെ പോത്തെന്നാ വിളിച്ചിട്ട് നിങ്ങൾക്ക് അലുവരെന്ന് പറഞ്ഞല്ല അല്ല, അതുകൊണ്ടാണ് ഓനെ തിരിച്ച് അലുവ കൊടുക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഓന്റെ അമലിൽ നിന്ന് കുറെ കാലം അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു പെട്ടി എനിക്ക് ഇങ്ങോട്ട് തന്നില്ലേ, എനിക്കിപ്പോ എന്റെ അമല ഓനക്ക് കൊടുക്കാനാവൂല. അതുകൊണ്ട് ഈ അലുവപ്പെട്ടിയാണ് കൊണ്ടുകൊടുത്താളെ. അതുകൊണ്ട് പൊരുത്തപ്പെടാൻ വേണ്ടി പറയും. ഓൻ തന്നതിനനുസരിച്ച് കൊണ്ട് ഇത് കൊടുത്താൽ മുതലാവൂല. എങ്ങനെ ഓൻ അങ്ങോട്ട് തന്നതിനനുസരിച്ച് കൊണ്ട് ഇത് കൊടുത്താൽ മുതലാവൂല. കാരണം ഓൻ നിസ്കരിച്ചൊന്ന് നോമ്പോറ്റൊക്കെ എനിക്ക് തന്നത്, ഞാൻ സ്ഥാനത്ത് കൊടുക്കുന്ന ഒരു അലുവപ്പെട്ടിയാ മുതലാവൂല. ബാക്കിയാണ്ട് പൊരുത്തപ്പെടാൻ വേണ്ടി പറഞ്ഞത്. ഇതാണ് ആൺകുട്ടികള്. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഗീബത്ത് വരാണെങ്കിൽ ഉമ്മാനെ പറയുള്ളൂ. ശിഷ്യന്മാരെ അത്ഭുതപ്പെട്ടു. ഉമ്മാനെ ഗീബത്ത് വരെ, ഞാൻ ഗീബത്ത് വരാണെങ്കിൽ ഉമ്മാനെ പറയുള്ളൂ. അപ്പൊ അത്ഭുതപ്പെട്ട ശിഷ്യന്മാർ ഷാഫി ഇമാം പറഞ്ഞു, എടാ ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കിതാബ് എഴുതിയതും തഹജ്ജുദ് നിസ്കരിച്ചതും ഖുർആൻ ഖത്തം തീർത്തതും യുദ്ധം ചെയ്തതും ദുഹാ നിസ്കരിച്ചതും ദർസ് എടുത്തതും ഇതൊക്കെ വേറെ ആൾക്ക് കൊടുക്കല്ലേ? അയാൾ ചെയ്ത് തമ്മാടിത്തരക്കം ഇങ്ങോട്ടും വാങ്ങല്ലേ? അതിന് ഈ ഭൂമിയിൽ എന്റെ അമല് വാങ്ങാൻ അർഹതയുള്ള ഒരാളുണ്ടെങ്കിൽ എന്റെ ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മനെ ഞാൻ പറയുള്ളൂ, അല്ലാത്തവർ പറയില്ല. നമ്മള് നോമ്പ് വെച്ചുകൊണ്ട് പറയണം പടച്ചോനെ. എന്നിട്ട് ചിലര് ചോദിക്കുക, അതുകൊണ്ട് നോമ്പ് കളാവിട്ടൽ നിർബന്ധമുണ്ടോ? നോമ്പ് കളാവിട്ടൽ നിർബന്ധമില്ല, അത് ഫിഖ്ഹാൻ. അത് ഫിഖ്ഹാൻ. നിങ്ങൾക്ക് അറിയണോ? മുനാഫിഖുകൾ മസ്ജിദ് നബിയിൽ 1-ാമത്തെ സഫിൽ നിസ്കരിച്ചിരുന്നു. കാഫിര്യങ്ങളാണ്, പക്ഷെ സ്ഥലം കൊടുത്തിരുന്നു. കാരണം എന്തേ? നഹ്നു നഹ്കും ബിൽ ലവാഹിർ.
ഫിഖ്ഹ് വേറെ തസൂഫ് വേറെ, രണ്ടും കൂടുമ്പോഴേ കബൂലിയത്ത് ഉണ്ടാവുള്ളൂ. ഒരാളാണ് നിസ്കരിച്ചു കുത്തിമറിഞ്ഞു, ഇപ്പൊ തറാവി അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ അലന്തറ കൈ ഇപ്പൊ ഡബിൾ അടിക്കണം, അതിനെ ഹൈസ്പീഡിൽ വിടുന്ന സ്ഥലത്ത് അപ്പൊ വണ്ടി സൈഡാക്കണം മുതലാളിമാരൊക്കെ. അലന്തറ കൈ ഇപ്പൊ ഡബിൾ അടിക്കണം, അതന്നെ ഹൈസ്പീഡിലാവും വേണം. അവിടെ നോക്കിയിട്ട് അപ്പൊ വണ്ടിയൊക്കെ സൈഡാക്കണം. അങ്ങനെ 20 റക്അത്ത് 18 മിനിറ്റ് കൊണ്ട് തീരണം, എന്നിട്ട് സ്വർഗം കിട്ടണം. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു ഒരു ഖത്തം തീർത്തിട്ട് തറാവി നിസ്കരിച്ച ആളാണ്. 20 റക്അത്തിനിടയിൽ ഒരു ഖത്തം തീർത്തു. സുബ്ഹാനല്ലാഹ്. എന്താ ചില സ്ഥലത്തൊക്കെ ഈത്തിദാലും ഖിയാമും സുജൂദും ഇങ്ങനെ അടിച്ചു വിടുന്ന എക്സർസൈസ് ആണ്. അല്ലാഹു അക്ബർ സമിഅല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ സമിഅല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ സമിഅല്ലാഹു ലിമൻ ഹമിദ. ഏതോ ഒരു സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, തറാവി ഒന്നും പരിചയമില്ലാത്ത ഒരു ചങ്ങായിനെ പെണ്ണുങ്ങൾ പിടിച്ച് പള്ളിയൊക്കെ തള്ളി പറഞ്ഞേച്ചു. അപ്പൊ ഇയാൾ ഈ തറാവി നിസ്കരിച്ച് പരിചയമില്ല. ഇയാള് പെട്ടെന്ന് കഴിഞ്ഞ പ്രോഗ്രാം ആയിരിക്കും വെച്ച് പോയതാ. 2, 4, 6, 8 കഴിഞ്ഞപ്പോ മൂപ്പരെ പുറത്തും വിട്ടു. 10, 12 കയറിയപ്പോ മൂപ്പരെ കണ്ണുക്ക് ചോര ഇറങ്ങി. 14 പറയാൻ പറഞ്ഞപ്പോ മൂപ്പരെ ഊരമക്ക് നീര് ഇറങ്ങി. 18 ആയപ്പോ കാലൊക്കെ കൂടി വീർക്കാൻ തുടങ്ങി. അപ്പൊ മൂപ്പർക്ക് ഇങ്ങനെ തോന്നി, ഇത് പെണ്ണുങ്ങളും കമ്മിറ്റിക്കാരൊക്കെ കൂടി ഇന്നെ സ്വീപ്പാക്കാണ്. കാരണം ഈ സാധനത്തിന് ഇതൊന്നും പങ്കെടുത്ത് പരിചയമില്ല. 20 ആയപ്പോ ചങ്ങായിന്റെ പുറത്തും വിട്ടു. പക്ഷെ കഴിഞ്ഞത് നമുക്ക് അറിയില്ല. അപ്പൊ അടുത്തുള്ള ആളെ തോണ്ടി ചോദിച്ചു, എടാ കുതിര ഇത് എവിടുക്കഞ്ഞു പോണു? ആ പോവാൻ പറഞ്ഞു, നിങ്ങൾ ദേഷ്യം പിടിക്കല്ലേ, നീ വിത്തറും കൂടി ഉള്ളൂ. വിത്തറും കൂടി ഉള്ളൂന്ന് ഈ ചങ്ങായിക്ക് വിത്തറെന്ന് അറിയില്ല. ഇവന് മനസ്സിലാക്കി ഇത് ഇത്രയും കൂടി ഉള്ളൂ. പറഞ്ഞാള് പറഞ്ഞത് വിത്തറും കൂടി ഉള്ളൂ. പക്ഷെ ഇവന് വിത്തർ അറിയില്ല, ഇവൻ കരുതിയത് ഇത്രയും കൂടി ഉള്ളൂ. അങ്ങനെ പെണ്ണുങ്ങൾ വന്നിട്ട് ചവിട്ടി കുത്തിയൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ അല്ലെ ബുഖാരി ഉദ്ധരിച്ചോന്നല്ല, ഒരു ആജിക്ക് പറഞ്ഞത്. അപ്പൊ ഏതായാലും നമ്മള് സത്യത്തിൽ തറാവിയൊക്കെ ഏകദേശം ആ കോലത്തിലാണ്. തറാവിക്ക് കണ്ട് വരുന്നേ കണ്ടാൽ തന്നെ ബാങ്ക് കണ്ട് കൊടുത്താ. ഇന്നലെ എന്നോട് ഒരാൾ വെച്ച് മുത്തായം കഴിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താന്ന് വെച്ചു, അത് തറാവിന്റെ ശേഷം കഴിക്കണതിന്റെ പേരാണ്. എന്തിനാ അങ്ങനെ ഓരോ പേരിട്ടിട്ട് ഒന്നായിട്ട് ചമക്കാൻ നിൽക്കണല്ലേ? ബാങ്ക് കണ്ട് കൊടുത്താ അത്തായം മുത്തായം 10 എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിക്ക് ലഗേജ് കയറ്റണ മാതിരി. എന്നിട്ട് തറാവി നിസ്കരിക്കാൻ വന്നത് പെരുമ്പാമ്പ് അരുവിങ്ങേരനാര്യ. ഓരോന്ന് കാണാൻ വാതിലുള്ളിക്കാണ്ട് പോണു. എന്നിട്ട് നിറങ്ങ സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ 2 റക്അത്ത് ഓടുമ്പോഴും ഹൗലങ്ങർക്കൊക്കെ ഓടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓക്കാൻ ചെയ്തു. ഇത് എപ്പോഴാ ഈ ഓക്കാനും വരെ സുജൂദ് വയറും കണ്ട് തള്ളാണ്, അതിൽ അണ്ടിപ്പരിപ്പ് വരികയാണ്, അത് തുപ്പാൻ പോവാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതല്ല നമ്മളെ കസ്വത്തുൽ ഖൽബ് ഒഴിവാത്ത്. കസ്വത്തുൽ ഖൽബ് അല്ല നമുക്കുള്ളത്. അതുകൊണ്ട് ഇബാദത്തിന് ലദ്ദത്തിട്ടില്ല. അതിനൊരു കാരണം അമിതമായ തീറ്റയാണ്. ഭോജനം, ഭോഗം, ഇത് രണ്ടും ബ്രേക്ക് ഇടണം. അമിതമായ ഭോജനം കസ്വത്തുൽ ഖൽബിന് കാരണമാണ്. കസ്വത്തുൽ ഖൽബ് എന്നാലോ ഇബാദത്തിന് ഒരു ലദ്ദത്ത് ഉണ്ടാവില്ല, എത്ര ഭാരം. അത് ഖുർആൻ പറഞ്ഞില്ലേ, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. പരിശുദ്ധ ഖുർആൻ ഉള്ളിന്റെ ഉള്ളിൽ ഖുശൂആണ് കാണെങ്കിൽ കസ്വത്താണ് പോണം. അതുള്ളവർക്കല്ലാതെ നിസ്കാരം ഭാരാണ്. അതുകൊണ്ടാണ് നമ്മളെ ചെറുപ്പക്കാരെ കൂടുതൽ കുറെ ആൾക്കാർ നോക്കി റബീഉൽ വന്നാൽ പന്തലിടാനും കാല് കൊണ്ടുവരാനും ഭക്ഷണത്തിന് ഉള്ളി വെട്ടാനും ഇറച്ചി കൊണ്ടുവരാനും ചെമ്പ് കൊണ്ടുവരാനും തീ വെക്കാനൊക്കെ ഒരു തയ്യാറല്ലോ. അതിനിടയ്ക്ക് നിങ്ങൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ പള്ളി കയറിയിട്ട് എസ്എസ്കരിക്കാൻ ഇതിനെ കളക്ക പണി. ഈ ചെമ്പ് കൊണ്ടിരുന്ന പണിയുണ്ടോ അവിടെ പോയിട്ട് 2 റക്അത്ത് കുമ്പിടാൻ? എന്നാ ഇവരെന്നെ സുബഹിന്റെ മുമ്പ് എണീച്ചിട്ട് എക്സർസൈസിന് വേണ്ടി 3 കിലോമീറ്റർ നടക്കുന്ന ആൾക്കാരാ. കണ്ടില്ലേ ഞങ്ങള്? ഇവിടെ ഇല്ലേ? കാണണമെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് വരിക. ഞാൻ കാണിച്ചത് ഞാൻ വാല് കഴിഞ്ഞ് പോകുമ്പോ എന്നും കാണുന്നത് വലിയ വലിയ ഗജവീരന്മാർ ആന പോലെ തടി ഉണ്ടാവും. എന്നിട്ട് സുബഹിന്റെ മുമ്പ് എണീച്ചിട്ട് ഇങ്ങനെ ചൂടുള്ള പുട്ട് തൊള്ളലിട്ട് മാറ്റാം. എന്തു അവര് പോണത് കുതിരവട്ടത്തേക്കല്ല, നെല്ലിക്കവെള്ളം കുടിക്കാൻ വേണ്ടി പോവില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ബ്ലോക്ക് വരുന്നുണ്ട്, ഒന്ന് നടക്കണം എന്ന് പറഞ്ഞു. അണ്ടങ്ങള് എന്നാ ഈ നടത്തം നേരെ പള്ളിക്ക് നടന്നിട്ട് അവിടെ 2 റക്അത്ത് സുബഹിക്ക് പങ്കെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും എക്സർസൈസ് ആണ് എന്ന് എഴുതി വെച്ച ഡോക്ടർ അനിൽകുമാറാ, ഇമാം ബുഖാരി അല്ല. എന്നാ അങ്ങോട്ട് നടക്കില്ല, പള്ളിന്റെ മിനാരത്തിന്റെ ചോട്ടുകൂടിയാണ് ടൗസർ ഇട്ട് പോണത്. ആര്? അബ്ദുറഹ്മാൻ അബ്ദുള്ളയും രാമനും അയ്യപ്പനും വിഷയമല്ല. അല്ലാഹു കാത്തിരി. അതിനാണ് തൗഫീഖ് ഇല്ല എന്ന് പറയാം. അതിനാണ് തൗഫീഖ് ഇല്ല എന്ന് പറയാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നിസ്കാരം ഖുശൂഅോടുകൂടി നിർവഹിക്കണമെങ്കിൽ തീറ്റ ഒന്ന് കുറക്കണേ. അള്ളാഹു തീറ്റ കുറക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വല്ലാതെ ആമീൻ കിട്ടൂല എന്ന് എനിക്കറിയാം. ഇല്ല കുറെ ആൾക്കാർ തൊള്ള പൂട്ടിക്ക പൊറാട്ടന്റെ എണ്ണം കുറയുന്നുള്ള പേടിയില്. അള്ളാഹു തആല തീറ്റ കുറക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളി, 2 പൊറാട്ട എണ്ണം കുറഞ്ഞ അത്ര ആയുസ് കിട്ടും, ഇബാദത്തിന് രസം കിട്ടും. അതുകൊണ്ട് അള്ളാഹു തീറ്റീന്ന് ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് മാറിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അത് മതി. അത് ഖൽബിന് വളരെ തസ്കീയത്തിന് അത്യാവശ്യമുള്ള ഒരു ഘടകം. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. അതുകൊണ്ട് അള്ളാഹു തആല ദീനിന്റെ മുറ പോലെ ചിട്ടകൾ അമലുകൾ പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരാണ്, ഞാൻ ഒറ്റ കാര്യം പറയാം. ഒറ്റ കാര്യം, നോമ്പിന് ഒരു 6 ചേരുവ വേണം. എത്രണ്ണം? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്തില്ലേ, ഞാൻ ഓതുമ്പോ തന്നെ നിങ്ങൾ ചിരിക്കും. ഞാൻ ഓതി തരാം. ഞാൻ ഓതുമ്പോ ചിരിക്കാൻ കാരണം നിങ്ങൾ എപ്പോഴും കേൾക്കണം. അതുകൊണ്ടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് എന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഓതി വെച്ചു. അപ്പൊ മഹലിന്റെ പ്രസിഡന്റ് പറഞ്ഞു, റഹ്മാനെ അള്ളാനെ കരുതിയിട്ട് അതിന് അർത്ഥം വെക്കണ്ടായിരുന്നു. എന്തേന്ന് വെച്ച് ഇവിടെ ആ ആയത്തും അതിന്റെ തഫ്സീർ എല്ലാവർക്കും മനപ്പാടാവും. ഏത് ഉസ്താമാര് ജുമാന് ശേഷം പറയുമ്പോഴും ഈ ആയത്ത്, ഏത് മുത്തഅല്ലിമീങ്ങൾ ഓരോ വക്തിലും എന്ന് പറയുമ്പോഴും ഈ ആയത്ത്, തറാവിന് ശേഷം ആരെങ്കിലും നീച്ചിക്കുകയാണെങ്കിലും ഈ ആയത്ത്, നിങ്ങളെ പോലത്തെ ഒരു സ്റ്റേജിൽ കയറുമ്പോഴും ഈ ആയത്ത്. ഇത് എന്തത് ഇങ്ങനെയെന്ന് വെച്ചു. എന്നിട്ട് മൂപ്പര് അതിന്റെ അർത്ഥം പറഞ്ഞു. അതുകൊണ്ട് അള്ളാനെ കരുതിയിട്ട് അത് പറയണ്ട. ഞാൻ പറഞ്ഞു അതിന് ഞാൻ എന്നുള്ളതിന്റെ അർത്ഥം 3 മണിക്കൂർ പറഞ്ഞുതരാം. എനിക്ക് പൊതുവെ ഇഷ്ടതാ. ഞാൻ ഇവിടെ അടുത്ത് ഈ തളിപ്പറമ്പില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ബാ എന്നുള്ള അക്ഷരം 4 ക്ലാസ്സിലെടുത്ത് 4 ക്ലാസ്. ഇത് ഖുർആനാണ്. അതിന് തഫ്സീറുണ്ട്, ഇശാറത്തുണ്ട്, അതിന് ലഹറുണ്ട്, ബത്തുനുണ്ട്. ഇത് ഖുർആനാണ്. لو كان البحر بدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. സമുദ്രം മുഴുവനും മഷിയായാലും വൃക്ഷശിഖരങ്ങൾ മുഴുവനും പേനയായാലും അവ രണ്ടും ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആനിന്റെ 6666 ആയത്തിന്റെ സാരാംശമല്ല ഒരു സെന്റൻസിന്റെ കീഴിലുള്ള തഫ്സീർ എഴുതാൻ തീരുമാനിച്ചാൽ ആ വെള്ളം വറ്റുമേ, പേന മുറിഞ്ഞു പോകുമേ, തഫ്സീർ തീരൂല എന്ന് ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുകയാ. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞത്, ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതില് ബായിന്റെ താഴെയുള്ള പുള്ളിയാണ് എന്ന്. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ എന്ന മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം കൊടുത്ത അലി ഇബ്നു അബീ ത്വാലിബ് പറയുകയാണ്. അതുകൊണ്ട് ആരിഫ്യങ്ങൾ ഈ അലി റളിയല്ലാഹു വാക്കെടുത്തിട്ട് പറയാണ്, ബാ എന്ന അക്ഷരത്തിന്റെ താഴെയുള്ള പുള്ളിയില് ലോകത്തുള്ള എല്ലാ ഇൽമുണ്ട്. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും ഖുർആനിലുണ്ട്. ഖുർആനിലുള്ള എല്ലാ വിഷയങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലുള്ള എല്ലാ കാര്യങ്ങളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള എല്ലാ വിഷയങ്ങളും ബാ എന്നുള്ള അക്ഷരത്തിലുണ്ട്. ബാ എന്നുള്ള അക്ഷരത്തിലെ സകല കാര്യങ്ങളും അതിന്റെ താഴെയുള്ള പുള്ളിയിലുണ്ട്. അപ്പൊ ഈ ബാന്റെ താഴെയുള്ള പുള്ളി വലിയൊരു ഡിസ്കാണ്. അത് വിലായത്തിന്റെയോ നുബുവത്തിന്റെയോ ഒക്കെ കൽബാകുന്ന കമ്പ്യൂട്ടറിലാണ്ട് ഇട്ടാൽ വലിയൊരു പ്രപഞ്ചം തുറക്കാൻ പറ്റും. നമുക്ക് എന്താ അറിയാം? ഒന്നും അറിയില്ല. ഈ ഖുർആൻ, ആ ഖുർആനിലെ ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞു. ഞങ്ങളോ അറിയണ്ടോ, കേൾക്കണ്ടോ? അതൊരു വിഷയ, അയ്യുഹ വേറെ വിഷയ, അല്ലദീന ആമനു വേറെ വിഷയ, കുത്തിബ അലൈക്കുമുസ് സിയാമു വേറെ വിഷയ, കമാ കുത്തിബ അല്ലദീന മിൻ ഖബ്ലിക്കും വേറെ വിഷയ, ലഅല്ലക്കും തത്തഖൂൻ വേറെ. 6 സബ്ജക്റ്റ് ആണ് ഒരു ആയത്തിലുള്ളത്. എനിക്കത് പ്രസംഗിക്കാൻ 20 മണിക്കൂറാണ്. ഞാൻ ഒരു ആലിമൊന്നുമല്ല, ഞാൻ മുത്തഅല്ലിമാണ്. അപ്പൊ ഇവിടെ ആലിമ്യങ്ങളുണ്ട്, അവരെ കാല അവരൊന്ന് പ്രസംഗിക്കാൻ എത്ര മണിക്കൂർ വേണ്ടി വരും? എനിക്കത് പ്രസംഗിക്കണ 20 മണിക്കൂർ വേണം. നിങ്ങൾ നോമ്പറന്നാലും എണീച്ചൂല. ഞാൻ എന്റെ തഫ്സീർ പറയുന്ന ഇത് ഖുർആനാ. അത് അറ്റൻഷൻ ബട്ടനാണ്. ഉള്ളിന്റെ ഉള്ളിലേക്ക് അല്ലാഹു തആല തംബീഹ് ഇസ്തിഫ്താഹ ഉണർത്തുകയാണ്. അയ്യുഹ കാരുണ്യമാ കാന അവ്വലുഹു റഹ്മത്തുൽ മുഹമ്മദ് മുസ്തഫ.
അറബിയിൽ അയ്യോട്ട് പറഞ്ഞ കാരുണ്യം കൊണ്ടാ പറയാ. ഇമാം ഗസാലിക്ക് അയ്യുഹൽ വലദ് എന്നുള്ള കിതാബുണ്ട്. തന്റെ ശിഷ്യനെ നന്നാവാനുള്ള വഴി ചോദിച്ചറിഞ്ഞപ്പോ ആ ശിഷ്യനെ കൊടുത്തയച്ച ഒരു മറുപടി കത്താണ് അയ്യുഹൽ വലദ്. ഓ മോനെ, അത് കിതാബായി. അപ്പൊ അയ്യുഹ അല്ലദീന ആമനു അഖീദയാ. അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു ഫുരിള ഫർള് ഫിഖ്ഹാൻ കമാ കുത്തിബ അല്ലദീന മിൻ ഖബലിക്കും താരീഖാൻ ലഅല്ലക്കും തത്തഖൂൻ തസൗഫ. എല്ലാ വിഷയങ്ങളും ആയത്തിൽ വന്നില്ലേ? ഇങ്ങനെ എല്ലാ ആയത്തിലും ഉണ്ട്. പക്ഷെ നമ്മക്ക് എന്താ അറിയാലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കരുണാകരനും കാരുണ്യനിധിയായ അല്ലാഹ്. ആ രണ്ട് മുഖ്യമന്ത്രിമാരാ, രണ്ടും മരിച്ചുപോയി. പക്ഷെ എപ്പോഴും അർത്ഥം വെക്കണോടത്ത് അതന്നെ ഉള്ളത്. അങ്ങനെ അർത്ഥം വെക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ അർത്ഥം വെച്ചാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കണം എന്നും പറയണില്ല. പക്ഷെ അതും ഈ അർത്ഥം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പഴയ കാലത്ത് ഞങ്ങളൊക്കെ കുട്ടികളാണ് സമയത്ത് കുട്ടിപ്പുര ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണുകൊണ്ട് ചിരട്ടും പുട്ടൊക്കെ ഉണ്ടാക്കി കളിക്കലുണ്ട്. എന്നിട്ട് ഉമ്മാനോട് പറയും ഇത് നിങ്ങൾ ഉണ്ടാക്കണമായിട്ട് തേങ്ങാ പുട്ടാണെന്ന് പറയും. അതും പുട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ആളുകൾ വലിച്ചിട്ട് സിസറിന്റെ പാക്കറ്റ് എടുത്ത് മുറിച്ചിട്ട് ട്രെയിൻ ഉണ്ടാക്കും. അങ്ങനെ തിണ്ണത്ത് ഇങ്ങനെ ട്രെയിൻ ഉണ്ടാക്കിയിട്ട് ഞാൻ പെങ്ങൾക്ക് കാണിച്ചു കൊടുക്കും, ഇതാണ് ട്രെയിന്. അതും ട്രാക്ക് പോകുന്ന ട്രെയിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്നെ പോലെയാണ് കരുണാകരനും കരുണാനിധിയും. അതും ബിസ്മി തമ്മിൽ ആ ബന്ധമുള്ളൂ. ബിസ്മി എന്താ ഒരു വലിയ പ്രപഞ്ചമല്ലേ എന്നതുപോലെ യാ ഒന്ന് വേറെയാണ്. അത് ഉള്ളിന്റെ ഉള്ളിലേക്കുള്ള അറ്റൻഷൻ ബട്ടനാണ്. അകക്കൺ തുറന്നൊന്ന് നോക്കുന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പോട്ട, സ്വന്തം ഫീഡിച്ചാൽ ഫജ്റാമോ പൊട്ട. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നെ നീ കാട്ടോ ചുമന്നോരെ കൊട്ട. പെട്ടൊന്ന് ചത്താൽ ചകൈമല്ലേ പോട്ട, പറഞ്ഞിന്നോടൽക്ക് ബഹുമാനം പൊട്ട. അകത്തെ കണ്ണ് തുറന്ന് നോക്കും മൂടാ. ഷുജായിന്റെ വരികളാണ്. ഷുജായ് വലിയ മഹാനായിരുന്നു. വലിയ മഹാനായിരുന്നു. അവരിങ്ങനെ എറണാകുളം ആലുവാന്റെ ഇടയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാ. ഇതുപോലെ ഒരു കെട്ടുണ്ടാവും. ആ കെട്ടില് ഫത്തുൽമീനും മങ്കൂസ് മൗലൂദൊക്കെ ഉണ്ടാവും. അപ്പൊ പോണ സമയത്ത് കുട്ടികൾ ചോദിക്കും ഉസ്താദ് എവിടുന്നാ വരണേ? അപ്പൊ പറയും മമ്പുറത്തുനിന്നാ വരണേന്ന്. വരുന്നത് എറണാകുളത്തുനിന്നാ, പറയില്ല മമ്പുറത്താണെന്നാണ്. പക്ഷെ കളവല്ല. കാരണം മൺപുറം, മണ്ണിന്റെ പുറം. ആദം എന്ന വാക്ക് അദീം എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അദീം എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ മുകളിലുള്ള മണ്ണെന്നാ അദീം എന്ന് പറയാം. അത് എടുത്തിട്ടാണ് ആദം നബിനെ ഉണ്ടാക്കിയത്. കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ മണ്ണിന്റെ പുറത്തുനിന്നാണ് വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികൾ ചോദിക്കും ഉസ്താദ് എവിടുക്കാ പോണെന്ന്? നെടിയിരിപ്പുക്കാ പോണെന്നാണ്. നെടിയിരിപ്പ് എന്ന് പറഞ്ഞാല് നമ്മളെ മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിന്റെ അപ്പുറത്തുള്ള മഹല്ല. അങ്ങോട്ടൊന്നും ഷുജായി വന്നിട്ടില്ല. പക്ഷെ നെടിയിരിപ്പ് എന്ന് സാഹിത്യത്തിൽ പറഞ്ഞാല് സുഖവാസ കേന്ദ്രം എന്നാ അതിന്റെ അർത്ഥം. അതാണ് സ്വർഗം. അവിടെ നിപ്പ വൈറസ് ഇല്ല, പിന്നെ ആന്ത്രാസ് ഒന്നുമില്ല. അവിടെ പന്നിപ്പനിയും പക്ഷിപ്പനിയും ജലദോഷം പനിയും അല്ലെങ്കിൽ ക്യാൻസറും അറ്റാക്കും ഒന്നുമില്ല. അവിടെ പാരും പോരും ഒന്നുമില്ല. യഥാർത്ഥ സുഖം സ്വർഗത്തിലാണ്. അല്ലാതെ ഇവിടെ എന്ത് സുഖമുള്ളത്? വലിയ വലിയ മലയാളിമാർക്കല്ലേ പനി പിടിച്ച് മരിക്കണേ? വലിയ വലിയ മലയാളിമാർക്കല്ലേ ക്യാൻസർ? ഞാൻ അടുത്ത് വാള് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ ഭക്ഷണത്തിന് പോയിരുന്നു, നോമ്പിന്റെ മുമ്പാട്ടോ. അപ്പൊ രാത്രി സമയത്ത് ചെമ്മീൻ ബിരിയാണിയാണ്. വലിയ ബടാ ചെമ്മീന്, മനുഷ്യനെ കാണുമ്പോൾ സലാം പറഞ്ഞ സൈസ് ചെമ്മീന്. തളികിന്റെ മുകളിൽ തൊള്ളർന്നിട്ട് ഇങ്ങനെ നോക്കിക്കാ, വന്നാ കാണിച്ചു തരാം. ഞാൻ അവിടെ പോയിരുന്നു തിന്നാൻ വേണ്ടിട്ട്. അപ്പൊ ചെമ്മീൻ ബിരിയാണി അപ്പുറത്ത് നിർത്തിപ്പൊഴിച്ച സൈസുള്ള കോഴി ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട് ഓടാൻ വേണ്ടിട്ട്. ഇതിന്റെ ഇടയിൽ ഞാനും. വലിയ കൊട്ടാരാണ്. ആ വീട്ടിലെ മുതലാളിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ വളരെ സഹതാപത്തോടു കൂടി ഞാൻ ചെമ്മീൻ തിന്നൊക്കെ നോക്കിക്കണം. അയാളെ വന്നിരിക്കണില്ല. അപ്പൊ എനിക്ക് പിന്നെ ഇറങ്ങിയല്ല. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, ആചാര്യ നിങ്ങളും വന്നിരിക്കും തിന്നോളിന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞു, എനിക്ക് തിന്നാൻ പറ്റൂല, 2 കിഡ്നിയും പോയിക്കണേ. ലക്ഷക്കണക്കിന് മാസാന്തം കോടിക്കണക്കിന് വരുമാനമുള്ള മുതലാളിയാണ്. ചെമ്മീൻ തൊടാൻ വയ്യ, കിഡ്നി വയ്ക്കണേ. അപ്പോഴും ഞാൻ എന്ത് ചെയ്ത്, നമുക്കുണ്ടല്ലോ സാന്ദർഭിക ഇടപെടൽ. എനിക്ക് അയാളൊന്ന് തിന്നണം എന്നുള്ള വാശിയിൽ ഞാൻ ഒരു പിടി ചോറും അതിലൊരു കഷ്ണം ചെമ്മീനും വെച്ചിട്ട് പറഞ്ഞു, ഇതാണ്ട് തിന്നോളൂ, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല. കാരണം ഞാൻ പിന്നെ അവിടെ നിന്നാണ് പോവാണല്ലോ, കുഴപ്പം വന്നാൽ ഞാൻ അറിയില്ലല്ലോ. അല്ല ഞാൻ പോവല്ലേ, ഇതാണ്ട് തിന്നോളി, ഇതുകൊണ്ടൊരു കുഴപ്പം വരില്ല. അപ്പം മൂപ്പരെന്നോട് പറഞ്ഞു, അതിന് ഉസ്താദ് എനിക്ക് ചവക്കാൻ പറ്റൂല, നാവുമ്പോ ക്യാൻസർ ആണ്. കോടികൾ മാസാന്തം കയ്യിൽ വരുമാനം വരുന്ന ആളാ. ഇടിയെട്ടാനെ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന പോലെ. കാരണം മൂപ്പർക്ക് ഇറക്കാനും പറ്റൂല, ചവക്കാനും പറ്റൂല. കിഡ്നി പോയിക്കണ നാവിന് ക്യാൻസറുമാണ്. എന്ത് സുഖാണ് ദുന്യാവിലുള്ളത് അല്ലേ? അല്ലെങ്കിലും വലിയ വലിയ പൈസക്കാരെന്ന് പറയട്ടെ, നിങ്ങൾ എന്താ തിന്നണേ?
എന്താ തിന്നണേ? പലപ്പോഴും കൈപ്പങ്ങ ജ്യൂസ് കുടിച്ച് കുടിക്കല്ലേ? നിങ്ങൾക്ക് വത്ത കുടിക്കാൻ പറ്റുന്നുണ്ടോ? ഷുഗർ അല്ലേ? മാങ്ങ ജ്യൂസ് കുടിക്കാൻ പറ്റുന്നുണ്ടോ? ഷുഗർ അല്ലേ? ഇനി അഥവാ കുടിച്ചാൽ തറാവിക്ക് വരുമ്പോ ഭൂമി ഇങ്ങനെ കറങ്ങണായിട്ട് തോന്നില്ല. പൈസ ഉണ്ടായിട്ട് എന്താടോ സൂയിക്കാൻ പറ്റുണ്ടോ? അത് ദുനിയാവാണ്. ഇവിടെ സൂയിക്കാൻ പറ്റൂല, ഇവിടെ സൂയിക്കാൻ പറ്റൂല. ഈ പ്രവാചകന് ശേഷം വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റൂല. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശേഷം വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കണ ആളുകൾ. പറഞ്ഞതെന്താ? അല്ല, പൊട്ടത്തരം. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇപ്പൊ ചില ആൾക്കാർ ഉണ്ടല്ലോ തറാവി എന്ന് പറഞ്ഞാൽ 8 ആവാൻ പാടില്ല എന്നതിന്റെ അർത്ഥം. തർവീഹ് എന്നതിന്റെ ജമ്മാണ് തറാവി. ചുരുങ്ങിയത് 3 എണ്ണം വേണം. അപ്പൊ ആ നിലക്കന്നെ 12 റക്അത്തില്ലെങ്കിൽ തറാവി എന്ന് പറയില്ല. എന്നിട്ട് പറയാ തറാവി 8 ആണ്. ഒക്കെ പൊട്ടത്തരം പറയാ. ആ ലഫ്ള് പഠിച്ചവരെ പറയില്ല. തർവീഹത്ത് എന്നതിന് ജമ്മാണ് തറാവി. തർവീഹ് എന്ന് പറഞ്ഞാൽ 4 റക്അത്ത് ഉണ്ടാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജമ്മാകുമ്പോ 3 എണ്ണം ഉണ്ടാണ്. 3, 4, 12. 2, 4 ആണ് 8. എന്നാ 12 ആണോ? അല്ല, ഇത് 5 തെർവീഹുകളാണ് എന്ന് ഇമാമിയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 5 എണ്ണാണ്. അപ്പൊ 20. എന്നാൽ മാലിക്കി മദ്ഹബിൽ പറയുന്നുണ്ട് 36 റക്അത്ത് നിസ്കരിക്കാം. അപ്പൊ എല്ലാരും കൂടിക്കണം. ഒരു റിപ്പോർട്ടിലുണ്ട് 39 റക്അത്ത് മദീനക്കാര് നിസ്കരിക്കണം മാലിക് ഇമാം കണ്ടു. ശരി തന്നെയാണ്. 36 അവർ നിസ്കരിച്ചിരുന്നു. 39 3 റക്അത്ത് വിത്രും കൂടി കൂട്ടിട്ടാ. എന്താ കാര്യം എന്നറിയോ? നമ്മള് 4 റക്അത്ത് ഓടുമ്പോ സലാത്തിലാണ് തർവീഹിന് വേണ്ടി സലാത്തിലാണ്. അവരാ സമയത്ത് സലാത്തല്ലല്ല, ഓല അതും നിസ്കരിക്കല. അങ്ങനെയാണ് ഈ 16 20 കൂടി കയറിയെന്ന് 36. അത് വേണേ നടത്തിക്കോളി. എന്നിട്ട് പറയാ 36 റക്അത്തല്ലേ, 40 അല്ല, 40 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. ശരി, ഒറ്റ ആള് അസ്വദ് ബിൻ യസീദ് എന്ന് പറയുന്ന മനുഷ്യൻ വലിയ മഹാനാണ്. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഷാത്തലിം വലിയ ആളാണ്. പക്ഷെ സ്വഹാബിയല്ല, താബിയാണ്. റസൂലിനെ കണ്ടിട്ടില്ല. അവര് 40 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, 7 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്. ഒറ്റ ഒരു റിപ്പോർട്ട്. പക്ഷേ എല്ലാ മദ്ഹബിലും 20 റക്അത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഷാഫി മദ്ഹബ് അങ്ങനെയാണ്, ഹനഫി മദ്ഹബ് അങ്ങനെയാണ്, പിന്നെ ഹംബലി മദ്ഹബ് അങ്ങനെയാണ്. മാലിക് ഇമാം പറയുന്നുണ്ട് ഒരാൾ 36 റക്അത്ത് നിസ്കരിച്ചാൽ ഒന്നും പറയാൻ പറ്റൂല. കാരണം മദീനത്തെ ആളുകൾ അങ്ങനെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിങ്ങനെയാണ് വന്നത്. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആവശ്യമില്ലാതെ 8ന്റെ പിന്നാലെ കൂടിയിട്ട് ഈ സമൂഹത്തെ കഷ്ണാക്കണോ ഇനിയും? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നേ ഒക്കെ ഇതെങ്ങനെയാണ് എന്നതുപോലെ അന്തസ് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയത് അറിയാവുന്നതാ. അന്തസ്സുള്ള ദുന്യാവ്, അതിന്റെ അർത്ഥം തന്നെ അന്തസ്സില്ലാത്തതാ. പക്ഷെ പാട്ടുണ്ടാക്കിയത് വലിയ സൂഫിയാക്കളാവൂട്ടോ. അത് ഞാൻ പറഞ്ഞു ഹംസാഖാനോടാണ്, പയളിനോട് പറഞ്ഞു. പിന്നെ എന്താ പാടുകയെന്ന് വെച്ചു. കാലങ്ങളായിട്ട് പാടി വരിക. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പാടിക്കോളി. അന്തമായൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്. അപ്പൊ ആള് അതങ്ങനെ പാടിയിട്ട് എന്നോട് പറഞ്ഞ കോലം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മുമ്പത്തെ മാതിരി തന്നെ പാടിക്കോളി. അവങ്ങളല്ലേ പാടണ്ടാറിന്. അല്ല, കോലം കിട്ടുന്നില്ലെങ്കിൽ അത് വലിയ ആളുകൾ ഉണ്ടാക്കിയാണെങ്കിൽ വ്യാഖ്യാനം ഞാൻ പറഞ്ഞുതരാം. അന്തസ്സുള്ള ദുന്യാവ്, ജനങ്ങൾ അന്തസ്സായി മനസ്സിലാക്കുന്ന ദുന്യാവ്, സംഗതി വിട്ട് അതിന് അന്തസ്സില്ല. അങ്ങനെ അർത്ഥം വെച്ചാൽ മതി. അങ്ങനെ പിന്നെ പാടിയത്. അപ്പോ സംഗതിയിൽ ഇവിടെ ഒരു അന്തസ്സില്ല, ഇവിടെ ഒന്നുമില്ല. എത്ര പൈസ ഉണ്ടെങ്കിലും വലിയ വലിയ മുതലാളിമാരൊക്കെ ക്യാൻസർ പിടിച്ചിട്ട് നിങ്ങളൊന്ന് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയോക്കാണ്, അണ്ണാക്കി ചീഞ്ഞിട്ട് വെള്ളം ഇറങ്ങാതെ കിടങ്ങാണ്. നമ്മൾ കാരക്കും ബത്തക്കൊക്കെ തിന്ന് കുടിക്കുമ്പോ ഇവർ അണ്ണാക്കിൽ വെള്ളം തട്ടിയ പൊള്ളുന്ന സ്വഭാവത്തിൽ കിടക്കാണ്. ആര് കോടികൾ മാസാന്തം വാങ്ങണം മുതലാളിമാര്. ഇത് ദുന്യാവാ, ഇത് ദുന്യാവാണ്. അതുകൊണ്ടാണ് ശുജായി പറഞ്ഞത് ഞാൻ സുഖവാസ കേന്ദ്രത്തിൽ പോവാണ്. കാരണം ഇവിടെ സുഖമില്ല. ഇവിടെ പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി. ഏതാ ഇപ്പത്തെ പനീന്റെ പേരെന്താ? അതൊന്നും അങ്ങോട്ട് മറിച്ചിട്ടോക്കാണി. പനി വൈറസ് എന്നാണ്. അങ്ങോട്ട് മറിച്ചിട്ടാ, വേറെ പേരില്ലാത്തോണ്ട്. നിപ്പ എന്നുള്ളത് ഇങ്ങോട്ട് മറിച്ചാ പനിയെന്നായി. അപ്പൊ പനി വൈറസ് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. പനി ഉണ്ടാക്കുന്ന വൈറസ് എന്ന് അത് ഒരു പുതിയ മോഡലാക്കിയ നിപ്പ വൈറസ്. അപ്പൊ ഇനി എന്തെല്ലാം കോഴിമുട്ട വൈറസ്, തക്കാളി വൈറസ്, കുമ്പളങ്ങ വൈറസ്, പൊറാട്ട വൈറസ് ഒക്കെ വരാൻ പോവാ. എന്നാലും ഇത് നെൻസീറുമെന്നാണെന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. 3 ആളുകൾ മരിച്ച വീട്ടിലെ കിണറ്റിൽ നിന്ന് പിടിക്കപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളായ നെനച്ചീറിനെ കുറിച്ച് കേന്ദ്ര വിദഗ്ധ സംഘം പഠിച്ചുകൊണ്ട് പറയുകയാണ്, ഈ നെനച്ചീറുകളിൽ നിന്ന് പനി പടർന്നിട്ടില്ല. കാരണം ഈ നെനച്ചീറ് പഴങ്ങൾ കഴിച്ചിട്ടില്ല. ഈ നെനച്ചീറുകള്, ഈ കിണറ്റിന്റെ ഉള്ളിൽ കാണുന്ന നെനച്ചീറുകള് പ്രാണികളെ കഴിച്ചുകൊണ്ട് കഴിയുന്നവരാണ്, പഴം കഴിച്ചവരല്ല. എന്റെ വകല്ല, കേന്ദ്ര വിദഗ്ധ സംഘം പറയുന്നു ഈ നെൻസീറിന് ഒരിക്കലും പനി വന്നിട്ടില്ല. കാരണം ഇവകൾ പഴങ്ങൾ തിന്നിട്ടില്ല, പ്രാണികളെ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനിയിപ്പോ എന്തിനാണ് ഇപ്പോഴും സംശയം നിൽക്കുകയാണ്, എന്തിനാണ് പനി വന്നതെന്ന്. പടച്ചോൻ കാക്കട്ടെ, ഈച്ചയിനേറ്റാണ്, ഈച്ചയിൽ നിന്നാണ് പനി വന്നത് എന്ന് കണ്ടുപിടിച്ചാൽ കാര്യം പോയി. കാരണം എന്താ, നെൻസീറില്ലാത്ത നാടുണ്ട്, കാക്കകളില്ലാത്ത നാടുണ്ട്. ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്.
കാക്കകളില്ലാത്ത നാട്ടിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പാമ്പുകളില്ലാത്ത നാടുണ്ട്, പക്ഷേ ഈച്ചകളില്ലാത്ത നാടില്ല. എന്ന് മാത്രമല്ല, ഈച്ച എന്ന് പറയുന്ന സാധനത്തിന് ആട്ടിയാല് പോകൂല. പറയാൻ പറ്റോ? പക്ഷികൾ വന്നിരിക്കാത്ത കൊമ്പിൽ നിന്നുള്ള പഴങ്ങൾ കഴിക്കണമെന്ന് പറയാം, പക്ഷികളുടെ കൊക്ക് തട്ടാത്ത മാങ്ങ കഴിക്കണമെന്ന് പറയാം. പക്ഷെ ഈച്ചയിരിക്കാത്ത പൊറാട്ട കഴിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഈച്ചയിരിക്കാത്ത ജ്യൂസ് കുടിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഈച്ചയിരിക്കാത്ത പൈനാപ്പിൾ കഴിക്കാമെന്ന് പറയാൻ പറ്റുമോ? കാരണം ഈച്ച എല്ലാത്തിലും സജീവമാണ്. ഈച്ച ഇരിക്കാത്ത ഒരു സാധനം കിട്ടൂല. ഈച്ച എല്ലാത്തിലുണ്ട്, ഈച്ച എല്ലാത്തിലുണ്ട്. മാത്രമല്ല, ഈച്ച ആട്ടിയാൽ പോകൂല. ഈച്ചന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് അത് ആട്ടിയാൽ പോകൂല എന്നുള്ളത്. അതിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. അതിന്റെ പ്രത്യേകതയിൽപ്പെട്ട ഒന്നാണ് അത് ആട്ടിയാൽ പോകൂല. ഈച്ച എന്നുള്ളതിന്റെ അറബി ഭാഷ ആരെങ്കിലും ഒന്ന് പറയോ? ഈച്ച എന്നുള്ളതിന്റെ അറബി ഭാഷ ആരെങ്കിലും ഒന്ന് പറയോ? ഞാൻ അതിനർത്ഥം വെച്ച് നോക്കി. ദുബ്ബ ആട്ടപ്പെട്ടു, ആബ മടങ്ങിയെന്നു. ഞാൻ വെറുതെ പറയില്ല. ദബ്ബ എന്നുള്ളതിന്റെ മജ്ഹൂലാണ് ദുബ്ബ. ദുബ്ബ ആട്ടപ്പെട്ടു, ആബ റജ മടങ്ങി കിട്ടാനായിരുന്നു. അപ്പൊ ഇത് ആട്ടാൻ നിൽക്കണ്ടാണ് അതിന്റെ അർത്ഥം. ഈച്ച എന്നുള്ളതിന് അറബിയിൽ പറഞ്ഞ പേരിന്റെ അർത്ഥം ആട്ടാൻ നിൽക്കണ്ടാണ്. അയമ്മക്കൂടിയാണ് ഈ നിപ വൈറസ് പിടിപെടുന്നത് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ പോയതന്നെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു കാര്യം തെളിഞ്ഞു, പടച്ചവന് സമൂഹത്തെ പാഠം പഠിപ്പിക്കാൻ ആന വേണ്ട, പാമ്പ് വേണ്ട, നനച്ചീറ് മതിയേ, കൊതുക് മതിയേ, തേനീച്ച മതിയേ, ചിത്രശലഭങ്ങൾ മതിയേ, ഈച്ച മതിയേ. നമ്രൂദ് എന്ന് പറയുന്ന കരിങ്കാല കാട്ടാളനായിട്ടുള്ള അഹങ്കാരിയെ പടച്ചവൻ പാഠം പഠിപ്പിച്ചത് തരിമൂക്കിന്റെ ഉള്ളിലൂടെ തലച്ചോറിലേക്ക് ഒരു ചെറിയ ഈച്ചനെ കയറ്റിയിട്ട് 200 കൊല്ലം നമ്രൂദിന്റെ ബ്രെയിനില് ആ ഈച്ച കുടിയേറി പാർത്തുകൊണ്ട് ഈച്ച അങ്ങ് ആക്രമിച്ചപ്പോൾ നമ്രൂദിന് ദുനിയാവിൽ നരകം തന്നെ. അള്ളാന്റെ അമ്പിയാക്കളെ പാഠം പഠിപ്പിക്കാൻ അഹങ്കാരത്തിന്റെ പടയങ്കിയുമായി രംഗപ്രവേശനം ചെയ്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അഹങ്കാരത്തിന്റെ രൂപമായിരുന്നു നമ്രൂദിനെ പടച്ചവൻ പാഠം പഠിപ്പിച്ചത്. കേവലമായ ഈച്ചയെ കൊണ്ടാ, നനച്ചീറിനെ കൊണ്ടല്ല. ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലല്ലാഹ്. അള്ളാന്റെ സൈന്യങ്ങളാണ്. ഇറങ്ങാൻ തീരുമാനിച്ചാൽ മുട്ടുമടക്കേണ്ടി വരും. നമ്മുടെ ഒരു യോഗ്യതയും അതിന്റെ മുമ്പിൽ വില പോകൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഫിർഔനെ അള്ളാഹു പാഠം പഠിപ്പിച്ച എപ്പോഴാണെന്നറിയോ? ഫിർഔൻ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ എന്റെ അധികാരം, ഇവിടെ ഒക്കെ എന്റെ കിബിർ 4 ആയിട്ടുണ്ട്. ഒന്ന്, ഒരു മനുഷ്യന് തോന്നുന്ന അള്ളാനേക്കാളും വലുതാണെന്ന്. ആ സ്പോട്ടിൽ കാഫറാവും. അതാണ് ഫിർഔൻ തോന്നിയത്. അന റബ്ബുക്കുമുൽ അഅല, വലിയ പടച്ചോൻ ഞാനാന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി പടച്ചോനെ മുമ്പ് അംഗീകരിച്ചിരുന്നു. അപ്പോഴാണ് അനുയായികൾ ചോദിച്ചത്, അപ്പോ ഇവിടെ ആകാശം അതൊക്കെ എന്റേതാന്ന് പറഞ്ഞു. നദികളോ? നദിയും സമുദ്രമൊക്കെ എന്റെ സമ്മപ്രകാരം ഒഴുകണമെന്ന് പറഞ്ഞു. അത് ഏത് ഭാഗത്തേക്ക് നോക്കിയിട്ടാ ചൂണ്ടിയത്, ആ ഭാഗത്തുള്ള വെള്ളത്തിൽ വെച്ചിട്ട് അള്ളാഹു തആല അവനെ മുക്കിക്കൊന്നത് എന്ന് മഹാന്മാർ പറഞ്ഞു. എങ്ങട്ട് ഇശാറത്താക്കി അവിടെ വെച്ചിട്ടാ മുക്കിയത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാ കേട്ടോളൂ, പടച്ചവന്റെ റഹ്മത്ത് കേട്ടോളൂ, പടച്ചവന്റെ റഹ്മത്ത് കേട്ടോളൂ. മൂസാ നബിയും ഹാറൂൻ നബിയും ഒരുമിച്ച് കൂടിയിട്ട് പല പ്രാവശ്യം ഫിർഔനെതിരെ ദുആ ചെയ്തു, അള്ളാന്റെ അദാബ് ഒന്ന് ഇറങ്ങിക്കിട്ടാൻ. പക്ഷെ അള്ളാഹു ഫിർഔനെതിരെ അദാബ് ഇറക്കിയില്ല. 40 പ്രാവശ്യം മൂസാ നബി അള്ളഹാനോട് ദ്വാരുന്നു, പടച്ചോനെ ഫിറൗൻ എന്ന അദാബിലാക്കണേന്ന്. അതിന് ആമീൻ പറഞ്ഞത് ഹാറൂൻ നബി. അള്ളാഹ് ഉത്തരം കൊടുത്തില്ല. അള്ളാഹു തആല അതിന് കാരണം പറഞ്ഞ എന്താരോ? അപ്പോഴാണ് ഈ പിരിയുന്ന റഹ്മത്തിന്റെ ഗൗരവം ഒക്കെ മനസ്സിലാവുക. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ ആ ദ്വാർക്കുന്ന സമയത്തൊക്കെ ഫിറൗന്റെ കൊട്ടാരത്തിന്റെ ഗേറ്റിങ്ങില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള എന്റെ ഇസ്മ രേഖപ്പെടുത്തിയിരുന്നു. ഓന്റെ കൊട്ടാരത്തിന്റെ അത് ഫിറൗന് ഞാൻ ദൈവാണെന്ന് വാദിക്കുന്നതിന് ആരോ കൊണ്ടുവന്ന് ഒട്ടിച്ചതാ, അല്ലാതെ ബിസ്മിനെ ബഹുമാനിച്ചിട്ട് ഒട്ടിച്ചതല്ല. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നു. അവന്റെ കൊട്ടാരത്തിന്റെ ഗേറ്റിങ്ങില് എന്റെ ഇസ്മ എഴുതി വെക്കപ്പെട്ട സമയത്ത്, എന്റെ റഹ്മാൻ റഹീം അള്ളാ എന്നൊക്കെ ഇസ്മ എഴുതി വെക്കപ്പെട്ട സമയത്ത് ഓനെ അദാബ് ചെയ്യാൻ ഞാൻ മടിക്കാണ്. പക്ഷേ ഫിറൗനെ കടലിലിട്ട് മുക്കി കൊന്ന ദിവസം ആ കൊട്ടാരത്തിന്റെ ഗേറ്റിങ്ങിൽ നിന്ന് ബിസ്മി മാഞ്ഞു പോയിരുന്നു എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാന്റെ റഹ്മത്തിന്റെ ആഴം.
അള്ളാന്റെ റഹ്മത്തിന്റെ ആഴം ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോ ശരീരങ്ങൾ നോക്കി അള്ളാഹിനെ കുറിച്ച് കുറച്ച് പറയാം. അള്ളാഹിനെ ഇപ്പൊ ചിലര് പറയണ കാണുന്നുണ്ടോന്നാ കാണും. ഇപ്പൊ ആസിഫ വധിക്കപ്പെട്ട സമയത്ത് ഒരു യുക്തിവാദി വിളിച്ചു ചോദിച്ചു. ആസിഫ വധിക്കപ്പെട്ട സമയത്ത് ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഒരു യുക്തിവാദി എനിക്ക് വിളിച്ചു ചോദിച്ചു, ആസിഫയെ ഇவ்விധം ഒരു ആരാധനാലയത്തിൽ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത് കൊന്നു കളഞ്ഞപ്പോ നിങ്ങൾ അള്ള എവിടെയായിരുന്നു? അങ്ങനെ ഒരു അള്ള ഉണ്ടെങ്കിൽ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു, സുഹൃത്തെ, നിന്റെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടാ ഖുർആൻ തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് റഹ്മാനാണ്. ആസിഫല്ല, ആസിയ ബീവി അല്ല. ആരെ കൊന്നാലും കൊന്നോൻ അല്ലാഹു തആല മുന്തിരിങ്ങ കൊടുക്കും, ആപ്പിൾ കൊടുക്കും, ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കും. കാരണം ഇവിടെ റഹ്മാനിയത്തിന്റെ സിഫത്താ വർക്ക് ചെയ്യുന്നത്. പക്ഷേ റഹീമിയത്തിന്റെ സിഫത്ത് വർക്ക് ചെയ്യുന്ന ലോകത്തേക്കാ പോണത്. അവിടെ ആസിഫ സ്വർഗത്തില്, കൊന്ന ആളുകൾ ഹിദായത്തിന്റെ ബോധത്തിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിൽ നരകത്തിൽ. അപ്പൊ നീതി പൂർത്തിയായി. ഇവിടെ ചെയ്തോൻ അപ്പാപ്പം അല്ലാഹ് അദാബിലാക്കൂല. ഇവിടെ റഹ്മാനിയത്താണ്, റഹ്മാന എന്ന് മാത്രമല്ല ആസിഫ എന്ന് പറയുന്ന ഒന്നുമല്ലാത്തൊരു പെൺകുട്ടി ഉലകത്തിന്റെ രാജാത്തിയായി മാറിയില്ലേ? കക്ഷിപക്ഷ ജാതിമത വർഗവർണ്ണ ദേശഭാഷ മതിൽക്കെട്ടുകൾക്ക് അതീതമായി സകല നിഷ്പക്ഷമതികളായ വിശ്വാസികളുടെയും ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ ആസിഫാക്ക് സ്നേഹത്തിന്റെ പരവതാനി വിരിച്ചു കൊടുത്തത് ആ കൊലയാളികളല്ലേ? അത് റബ്ബിന്റെ പണിയല്ലേ? അത് ഇടപെടലല്ലേ? രണ്ട് ആസിഫ നേരെ സ്വർഗത്ത് പോയി. നമ്മളെ പ്രകടനമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയണ്ടാവും നിങ്ങൾക്ക് എന്തിന്റെ കാറ്റാണ്. കാരണം ഞാൻ ഇതുകൊണ്ടല്ലേ ഇവിടെ എത്തിയത്. അത് അള്ളാന്റെ സഹായല്ലേ? നമ്മൾ കുടുസായിട്ട് കിണറ്റിലെ തവളനെ പോലെ ചിന്തിക്കരുത്. തവളക്ക് ഏറ്റവും വലിയ ലോകം കിണർ തന്നെ. എന്നപോലെ നമ്മളൊരു ആശയം കണ്ടു വെക്കുക. അതിനനുസരിച്ചുകൊണ്ട് ബിസ്മി റഹ്മാൻ റഹീമൊക്കെ അർത്ഥം വെക്കണമെന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും, മർദ്ദിതർക്ക് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഞാൻ അള്ളാന്റെ ഒരു പണി ഞാൻ കാണിച്ചു തരാം. അള്ളാഹ് ഗഫൂറാണ്, അള്ളാഹ് റഊഫാണ്, ഗഫാറാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാം? ദോഷം പൊറുക്കണമെന്ന് മാത്രമല്ല. ഗഫാർ എന്ന് പറഞ്ഞാൽ കബീഹിനെ മറച്ചു വെക്കുക, ജമീലിനെ പുറത്താക്കുക. ഗഫാർ എന്നുള്ളതിന്റെ മാന കബീഹിനെ ഉള്ളിലാക്കുക, ജമീലിനെ പുറത്താക്കുക. മനസ്സിലായില്ലല്ലേ? കേട്ടോളി. എന്റെ ശരീരത്തിൽ കാണാൻ അഴകുള്ള സാധനമൊക്കെ പുറത്താ, കാണാൻ അഴകില്ലാത്ത അവയങ്ങളൊക്കെ ഉള്ളിലാ. അള്ളാന്റെ പണി. മൂക്ക് കാണാൻ അഴകുണ്ട്, എന്റെ മൂക്ക് കാണാൻ ചൊറുക്കുണ്ട് എന്നല്ല. നിങ്ങൾ ഓരോരുത്തർ തൊട്ടാൽ മതി, ഇങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട. കണ്ണ് കാണാൻ അഴകുള്ളതാണ്, കൈ കാണാൻ അഴകുള്ളതാണ്, കവിള് കാണാൻ അഴകുള്ളതാണ്, കാല് കാണാൻ അഴകുള്ളതാണ്, ഒക്കെ പുറത്ത്. പിന്നെ പെട്ടി, കൊടല്, ലിവറ് ഇതൊന്നും കാണാൻ വലിയ ചൊറുക്കുണ്ടാവില്ല. നമ്മൾ സാധാരണ കല്യാണം കഴിച്ച ഉടനെ ഭാര്യമാരോട് രുചിന്റെ കരളാണെന്ന്, പക്ഷെ ഭാര്യന്റെ കരളൊന്നാണ് പുറത്തായി നോക്കേണ്ടി, അപ്പോഴറിയാം. മണിയേറിയെന്ന് നമ്മൾ പറയും ഇന്നെ കരളാണ് ലിവറാന്നൊക്കെ, പക്ഷെ ലിവറും പെട്ടിയെ കൂടി പുറത്തായി നോക്കേണ്ടി വരും. അപ്പോഴറിയാം, തോണ്ടിയാണ്ടിടും ജനലുള്ളിൽ കൂടി. അപ്പൊ കാണാൻ വൃത്തികേടുള്ളൊക്കെ അല്ലാഹു തആല ഉള്ളിലാക്കി, ചൊറുക്കളതൊക്കെ പുറത്താക്കി. ഇതിനാണ് ഗഫാർ എന്ന് പറയാം. അത് അല്ലാഹ് എന്ത് ചെയ്യും? നമ്മളെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ ചെയ്യും. നിങ്ങൾ നോക്കൂ, എന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ അറിയാത്ത കുറെ മോശത്തരങ്ങളില്ലേ? നിങ്ങൾ തലാട്ടണ്ട, നിങ്ങൾ അതിനേക്കാളും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്ത എല്ലാ അരിപ്പത്തരും ഞാൻ അറിയണമെങ്കിൽ, ഞാൻ ഒപ്പിച്ച എല്ലാ അരിപ്പത്തരും നിങ്ങൾ അറിയണമെങ്കിൽ എനിക്ക് പ്രസംഗിക്കാനും പറ്റൂല, നിങ്ങൾക്ക് കേൾക്കാനും പറ്റില്ല. അതല്ല എന്ത് ചെയ്ത് അതൊക്കെ മറച്ചു വെച്ചു. അതിനാണ് അയ്ബുകൾ മറക്കുക. എന്നാലോ എന്റെ പ്രവർത്തനങ്ങളിൽ കാണാൻ രസമുള്ളതും അല്ലെങ്കിൽ പ്രശസ്തി വാങ്ങാൻ പറ്റുന്നതുമായ കുറെ പ്രവർത്തനങ്ങളുണ്ട്. പ്രസംഗം, നിസ്കാരം, ഓത്ത്, പാട്ട്, സ്വതക്ക, ഇതൊക്കെ അല്ലാഹു തആല പുറത്തു. ജനങ്ങൾ വെറുക്കണൊക്കെ രഹസ്യമാക്കി വെച്ചു, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നൊക്കെ പുറത്തേക്കാക്കി. ഇതിനാണ് ഗഫാർ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഗഫാറിന്റെ വ്യാഖ്യാനം. എന്റെ മുഖാണിപ്പങ്ങൾ കാണുന്നത് അല്ലെ? എന്റെ കൽബ് കാണുന്നുണ്ടോ? എന്റെ കൽബ് എങ്ങാനിപ്പങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയും നിർത്തിക്കാളെ പ്രസംഗം നിർത്തിക്കാളെ. കാരണം ഞാനിപ്പോ അറിയാതെ ചിന്തിക്കുക, ഇത് കഴിഞ്ഞപ്പോ എത്ര റുപ്യന്റെ കവറായിരിക്കും വരെ തരിക. അങ്ങനെ ചിന്തിക്കണ്ടെന്നല്ല കേട്ടോ, ചിന്തിക്കണില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടൊന്നുമില്ല. മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞു. പക്ഷെ പ്രസംഗിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരായത്തോതുമ്പോ ഇങ്ങനെ കോതി വിശദീകരിക്കണോ, ഒരു തരുന്നത് കുറച്ച് കുറഞ്ഞാലോ എന്നേറ്റ് അറിയാതെ ചിന്തിച്ചത് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഈ നോമ്പ് കാലത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾ കല്ലെടുത്ത് എറിയില്ലേ? പക്ഷെ എന്റെ മഹാഭാഗ്യം എന്താ, ഈ കൂട്ടത്തിൽ ഒരൊറ്റൊന്നും ഉണ്ടാവാം. കുപ്പിയിലാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവ എന്ന് സിദ്ധിയുള്ള വിലായത്തിന്റെ മർത്തമുള്ള ഒരാളും ഈ ശാസ്ത്രത്തിൽ ഇല്ലാന്ന് ഞാൻ പറയില്ല. ഉണ്ടാവാം, ഉള്ളവരെന്നെ പറയില്ല. കുളിച്ചു നോക്കും, എനിക്ക് വേണ്ടി ദ്വാരക്കും.
അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ പ്രസംഗിക്കണേ. അപ്പൊ അള്ളാന്റെ പണിയല്ലത്. കൽബിന്റെ ഉള്ളിലുള്ള മോശത്തങ്ങളൊക്കെ മറച്ചു, എന്നിട്ട് മുഖത്ത് ഇങ്ങനെ കാണിച്ചു തന്നു, അക്ഷരങ്ങളും ഭാഷയൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. ഇത് അള്ളാന്റെ ഒരു പണിയാണ്. ഈ അള്ള എന്ത് ചെയ്യുന്ന നിങ്ങള് നമ്മളാണ്ട് ആഖിറത്തിലെത്തിയാൽ നമ്മൾ ദോഷികളാണെങ്കിലും ഈമാൻ ഉണ്ടെങ്കിലും പടച്ചോന് ദോഷങ്ങളൊക്കെ മാറ്റിച്ചിട്ട് വേഗാണ്ട് സ്വർഗത്ത് കടത്തും. ഓരോ ആൾക്കാരെ കിതാബ് പരസ്യമായിട്ട് വായിക്കാന്ന ഒറ്റക്കല്ല. ഒരാൾക്കാർ കയ്യിൽ കിതാബ് കിട്ടുമ്പോ എന്റെ കിതാബ് ഞാൻ മാത്രം വായിക്കില്ല. ഇപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്ന നിങ്ങൾ എല്ലാവരും കേൾക്കണില്ലേ? പിന്നെന്താ സമ്മതിക്കാത്ത കേൾക്കണില്ലേ? അത് ഈ മൈക്കാന്നുള്ള സംവിധാനത്തിലൂടെയാണ്. എന്നാൽ ഈ മാധ്യമമില്ലാതെ കേൾപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും. ഇത് കേൾപ്പിക്കുന്ന അള്ളയാണ്. മാധ്യമമില്ലാതെ കേൾപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും. അവിടെ മാഷറിയിൽ ഞാനിങ്ങനെ കിതാബ് വായിക്കുമ്പോ എന്റെ കിതാബ് ഞാൻ മാത്രമല്ല, ഞാൻ അങ്ങനെ വായിക്കുമ്പോ അടുത്തുള്ള അബ്ദുള്ള ജയിക്കണ്, സലീമ ജയിക്കണ്, എന്റെ മാലിയിലെ പ്രസിഡന്റ് ജയിക്കണ്, ഖജാൻ ജയിക്കണ്, ഞാനിങ്ങനെ വായിക്കണേ. അപ്പൊ ഓലൊക്കെ കൂടി ഇതാ മുതലില്ലേ, അത് ശരി, ഇങ്ങനെ ഇരുന്ന പരിപാടിയില്ലേ എന്നിങ്ങനെ എല്ലാവരുടെ ഇടയിലും ഞാൻ വഷളാവാണ്. പക്ഷെ എന്തുണ്ട് കേട്ടോ, നോമ്പുകാരനാണെങ്കിൽ അവൻ ഒരൽപ്പം തമ്മാടിത്തരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കലങ്ങിയ കണ്ണുമായി തോബയിൽ പരിഹരിച്ചവനാണെങ്കിൽ അവന്റെ കയ്യിലങ്ങ് റബ്ബ് തആല കിതാബ് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, അല്ലാഹു പറയുകയാണ്, ഇഖ്റ കിതാബക സിർറാ, നിന്റെ കിതാബിനെ നീ പതുക്കെ വായിച്ചോ, ഒരാളും അറിയണ്ട. ഇങ്ങനെ നോമ്പുകാരൻ അവന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കിതാബ് പതുക്കെ വായിക്കുമ്പോൾ മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കുകയാ, അല്ലാഹുവേ, അവൻ ഔലിയാക്കളിൽ പെട്ടവനല്ലല്ലോ, അറിയപ്പെട്ട സ്വാലിഹീങ്ങളിൽ പെട്ടവനല്ലല്ലോ, അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നത് ഞങ്ങളും കണ്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് അവനെ ഇത്രമാത്രം ബഹുമാനിച്ചുകൊണ്ട് പതുക്കെ വായിപ്പിക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് അള്ളാഹ് പറയുകയാണ്, റമളാനിന്റെ പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ കൊടലോടങ്ങിയിട്ട് തൊണ്ട വരണ്ടുകൊണ്ട്, എന്നാൽ തൊട്ടടുത്ത് കഴിക്കാൻ സുഭിക്ഷമായ ഭക്ഷണമുണ്ടായിട്ട്, കുടിക്കാൻ രസകരമായ പാനീയമുണ്ടായിട്ട്, ഭോഗിക്കാൻ ഹലാലായ സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ട്, ഭോഗമില്ലാതെ ഭോജനമില്ലാതെ കുടിയില്ലാതെ മാറി നിന്നവനോ, അതുകൊണ്ട് ഞാൻ അവനെ ബഹുമാനിച്ചതാ. റമളാനോട് അവന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുത്തതാ. അവനെ വഷളാക്കണ്ട. അവൻ മെല്ലെ വായിച്ചുകൊണ്ട് പാലാറ് വീഞ്ഞാറ് തേനാറ് കളകളാരവും മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിൽ പോകട്ടെ. അതിലുണ്ട് മുന്തിരി തോട്ടവോ റുമ്മാനോ, രസമുള്ളതാ കദളിപ്പഴോ തിന്നാനോ, ഖുദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് തോന്നോ നല്ല കൗതുകമുത്തുകൾ. രോഗങ്ങളില്ലാതെ എപ്പോഴും ആരോഗ്യമാ, അസ്വാജ് മോത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വബാരിഖ വകൗസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ വഫാകിയത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ വഹൂറുൻ كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. അല്ലാഹു ആ സ്വർഗ്ഗത്തിൽ നമ്മളെ എത്തിക്കട്ടെ. രണ്ട് കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് പിരിയാം. ഒന്ന്, തെറ്റ് എത്ര ചെയ്തവരും പേടിക്കണ്ട. പേടിക്കണ്ട എന്നാ തെറ്റിനെ നിസാറാക്കണം എന്നല്ല. തെറ്റ് രണ്ട് നിലയിലുണ്ട്. കിബിറിന്ന് വരും, ശഹ്വത്തിന് വരും. കിബിറിന്ന് വരുന്ന തെറ്റിന് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ശഹ്വത്തിന് വരുന്ന തെറ്റുണ്ട്, അത് കള്ളുടിയാണെങ്കിലും പെണ്ണുടിയാണെങ്കിലും അതിനൊക്കെ തൗബയുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. ഇബ്ലീസ് തെറ്റ് ചെയ്തത് ശഹ്വത്തിനല്ല, കിബിറിനാണ്. അബാ വസ്തക്ബർ, കിബിറിനാണ്. അവന്റെ തെറ്റ് വന്ന കിബിറിനാണ്. ആദം നബി ചെയ്തത് തെറ്റല്ല, പക്ഷെ തെറ്റാണ് ആദം നബിക്ക് തോന്നി, അത് അവരെ മർത്തവയാണ്. എന്നാൽ അതിന് കാരണം ശഹ്വത്താണ്, ഹിർസാണ്, കിബിറല്ല. അതുകൊണ്ട് ആദം നബി തൗബ ചെയ്തിട്ട് ഉയർന്ന് അത് പരിഹരിച്ചു. ഇബ്ലീസ് ഇപ്പോഴും തൗബ ചെയ്യാതെ അങ്ങനെ നിൽക്കണോണ്ടാണ് നമ്മൾ റമളാനിലും പകൽ ഈബത്ത് പറയുന്നത്. രാത്രി നമ്മൾ നമീമത്ത് ഒക്കെ ആയിട്ട് നടക്കണേ ഇപ്പോഴും ഓൾ സജീവമായിട്ടുള്ളതുകൊണ്ട്. പിന്നെ ചിലർ ചോദിക്കും, റമളാനിൽ ഇബ്ലീസ് ചങ്ങലമലല്ലേ? ചങ്ങലമ കെട്ടിയ പിരാന്തന്മാരെ കല്ലെടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചങ്ങലമുള്ള ഭ്രാന്തന്മാര് മനുഷ്യന്റെ ശരീരത്തേക്ക് തുപ്പിന് കണ്ടിട്ടില്ലേ? അപ്പൊ ചങ്ങലമ കയറി വെച്ചിട്ട് പിന്നെ ഒരു അക്രമത്തിനും പറ്റില്ല എന്ന് പറയണ്ട. നിങ്ങളൊന്ന് കുതിരവട്ടത്ത് പോയോക്കാണ്, തെങ്ങുമെന്ന് കാണാം കെട്ടിട്ട് ആൾക്കാർ കല്ലുകൊണ്ട് ശരീരത്തിൽ കയറി. ആ അക്രമല്ലേ, ചങ്ങലയിലല്ലേ? അപ്പൊ ചങ്ങലമലാവുന്ന പറഞ്ഞാൽ ആധിപത്യം കുറയുന്ന അർത്ഥമുള്ളൂ, അല്ലാതെ പറ്റേ അവന്റെ ശരീരം നിൽക്കുന്നല്ല. ഒന്ന്.
രണ്ടാമത്തത്, റമളാനിൽ ഒരാൾ വ്യഭിചരിച്ചാൽ ഓൻ ഇബ്ലീസ് വ്യാപിച്ചു എന്ന് പറയരുത്, മോശം. പിന്നെ ഇബ്ലീസ് രണ്ട് കൂട്ടത്തിലുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിലും മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. റമളാനിൽ വ്യഭിചരിച്ചോൻ കള്ളുടിച്ചോൻ ഇബ്ലീസ് വ്യാപിച്ചവനല്ല, അവൻ മനുഷ്യ പിശാച. ഓനെ വ്യാപിക്കാൻ പുറത്തുനിന്ന് ഇബ്ലീസ് വരണ്ട, കാരണം ഓൻ തന്നെ ഓൻ വേറെ ഉള്ളവരെ പേപ്പിക്കണം നോക്കിയാൽ മതി. ഇവനെ പേപ്പിക്കാൻ പുറത്തുനിന്ന് ആൾ വരണം, ഇവനെ ഇബ്ലീസാണ്. ഇനിയിപ്പോ എന്തിനാ അള്ളാഹുത്തല കെട്ടിടുന്ന് പറഞ്ഞത്? മനുഷ്യന്മാരെ കൂടുതൽ ഇബ്ലീസല്ല, ജിന്നുകളെ കൂടുതൽ ഇബ്ലീസല്ല. മനുഷ്യന്മാരെ കൂടുതൽ ഇബ്ലീസല്ല അള്ളാഹ് കെട്ടിടൂല. ആ ഇബ്ലീസ് ആകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, റമളാനിലും തെറ്റ് വരാം. അള്ളാഹു ഈ തെറ്റുകളൊക്കെ കിബിറിന്ന് വന്നാ തൗബല്ല, കിബിറിന്ന് വന്നാ തൗബല്ല, ശഹ്വത്തിന് വന്നാ തൗബണ്ടേ. അതിനെന്ത് മതി? അതിന് എന്ത് മതി? ചെയ്തു പോയ ചെയ്തികളിൽ ദുഃഖവും മേലാൽ സൂക്ഷിക്കുമെന്ന ശപഥവും ഒരു കണ്ണീരും മാത്രം മതിയേ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞവൻ കത്തിക്കാളുന്ന നരകത്തിൽ കടക്കൂല. നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് 26 നീട്ടിയേക്കണ്ട. ഞാൻ എന്റെ ഈ റമളാനിൽ പതിവായിട്ട് കുറെ കൊല്ലങ്ങൾ നടക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് കുറെ ആൾക്കാർ എന്റെ പള്ളിയിൽ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ, നൗഫീഖിനെ പോലെയുള്ള അദ്ദേഹം ഇവിടെ വന്നിരിക്കണേ ഞാൻ കണ്ടു. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കാരണം എന്താ, അന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാൽ വഅളല്ല. രാത്രി 12 മണി മുതൽ ഒരു 3 മണി വരെ ജനങ്ങളൊക്കെ ഒരൊറ്റ ഇരുത്താം, കരയാത്തൊരൊറ്റ മനുഷ്യനുണ്ടാകാറില്ല. അങ്ങനത്തെ ഒരു പരിപാടി അന്ന് ചെയ്യലുണ്ട്. ഈ കൊല്ലം ഭംഗിയായി ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ പാക്കറ്റ് പൊട്ടിക്കാൻ പറ്റൂല. അതുകൊണ്ട് അത്താൻ കഴിച്ചിട്ട് അവിടുന്ന് പിരിയാ. എന്തിനാണ് ആ പരിപാടി നടത്തുന്നവരോ? കരഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കരഞ്ഞോളിന്നുണ്ട് ഹദീസിൽ മുഹമ്മദ് മുസ്തഫ. ആ കരച്ചിൽമ കുറെ കാര്യങ്ങൾ തീർന്നു. അള്ളാഹിനെ ഓർത്ത് കരഞ്ഞിട്ട് കണ്ണീര് കണ്ട് പൊട്ടിയാ പിന്നെ നരകത്ത് കടക്കൂലെന്നാ ജാമ്യക്കാരൻ മുഹമ്മദ് മുസ്തഫ. റമളാൻ കഴിയുന്നതിനിടയ്ക്ക് ഇന്ന് തന്നെ കരഞ്ഞോളിയും പെങ്ങന്മാരെ. 26 നീട്ടിയേക്കണ്ട. അന്ന് വരെ ആയുസ് ഉണ്ടാവുന്ന ആരറിഞ്ഞു? ഇന്നലെ നോമ്പെറുന്നാൾ ഇപ്പൊ ഖബറിലാണ്. റമളാൻ ഒന്നിന് മാസം കണ്ട പല ആളുകൾ ഇപ്പൊ ഖബറിന്റെ ഉള്ളിലാണ്. മിനിഞ്ഞാന്ന് നോമ്പ് തുറ സംഘടിപ്പിച്ച ആൾ ഇപ്പോൾ ഖബറിന്റെ ആഴിയിലാണ്. ഇന്ന് വാഴ പറഞ്ഞ് എന്നെ കുറിച്ച് കേട്ട നിങ്ങളെ കുറിച്ച് നാളെ ഒന്നും പറയാന് പറ്റൂല. അതുകൊണ്ട് ചെയ്തു പോയ പാപങ്ങളുടെ ഹിമാലയ കൂമ്പാര പാറക്കെട്ടുകൾ മഞ്ഞു പോലെ ഉരുകാൻ കണ്ണിൽ നിന്ന് ബാഷ്പം പൊഴിക്കുമോ? അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഒരമലതാ. രണ്ടാമത്തെ ഒരമല് അത് ഇവിടെ വെച്ച് നടപ്പിലാക്കണം. എന്താ അറിയോ? ഈ പരിപാടിക്ക് 5 ലക്ഷം രൂപയോളം ചെലവുണ്ട്. ഇവരെന്നോട് പറഞ്ഞു പിരിവ് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ ചോദിച്ചു, എന്റെ സുഹൃത്ത് നൗഷാദ് വാക്ക് പിരിച്ചില്ലേന്ന് വെച്ചു. പ്രതീക്ഷ പോലെ ആയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് തരണം. റമളാന്റെ പട്ടാപ്പകൾ നട്ടുച്ചയോട് ചാരിക്കുന്ന തൊണ്ടയും കൊടലും ഉണങ്ങി ചുരുണ്ടി എരിപൊരി കൊള്ളുന്ന സമയമാണ്. എന്നാ സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തെറ്റ് ചെയ്ത് ഏത് മനുഷ്യന്മാർക്കും തെറ്റുകളൊക്കെ പാറ പോലെ കടുത്താണെങ്കിലും അത് തകിട് പോലെ പൊടിഞ്ഞാണ്ട് പോകും. സ്വതക്ക അങ്ങോട്ട് വെച്ചു കൊടുത്താൽ. ആ ധൈര്യത്തിലാണ് റസൂലുള്ള പറഞ്ഞത്.